So hi, hello, good evening. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര ലേറ്റായിട്ട് ഒരു എന്താണ് കോമ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് ആരൊക്കെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നോക്കട്ടെ ആരൊക്കെയാണ് ഉള്ളത്. സോ ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? സോ ഹുദ ഈസ് ഹിയർ, ഹുദ ഈസ് സെയിങ് ഹായ്, നേഹ ഈസ് സെയിങ് ഹായ്, ഡോക്ടർ സോനു ഈസ് ഫൈനലി ഹിയർ, കുറേ ദിവസമായല്ലോ. ഗുഡ് ഈവനിങ്. ആദിർ ഈസ് ഹിയർ, ഹായ് ഹലോ. അപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരോടൊക്കെ വന്ന് ജോയിൻ ചെയ്യാൻ പറയാം അല്ലേ. ഓക്കെ, സോ ഡെയർ ടു ഡ്രീം ഈസ് ഹിയർ, ഇർഫാൻ ഈസ് ഹിയർ, നസീബ ഈസ് ഹിയർ. ഓക്കെ, ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി ടു സീ എവ്രി വൺ. ഓക്കെ, സോ നമ്മൾ ഗുഡ് നൈറ്റ്. അയ്യോ, ഗുഡ് നൈറ്റ് പറയാനായിട്ടില്ല കേട്ടോ, ഗുഡ് നൈറ്റ് പറയാനായിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അശ്വതി ഈസ് ഹിയർ, അമീന ഈസ് ഹിയർ, ഇർഫാൻ ഈസ് ഹിയർ, ഹനാൻ ഈസ് ഹിയർ, ശ്രേയ ഈസ് ഹിയർ, വിഷ്ണു ഈസ് ഹിയർ. അപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? കുറേ അല്ലേ നമ്മൾ കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഒരുപാടായി. എങ്ങനെയുണ്ട് അവിടെ നാട്ടിൽ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്. രാവിലെ ഒന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ്. ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് വന്നതാണ്. ഇന്ന് 10:30 ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ എല്ലാവരും വളരെ കാലമായിട്ട് ചോദിക്കുന്ന 2 ചാപ്റ്റേഴ്സ്, അവസാനത്തെ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇന്ന് AC എടുക്കും, നാളെ ഉണ്ടാവില്ല. മോസ്റ്റ് പ്രോബ്ലി മറ്റന്നാളായിട്ട് നമ്മൾ ഒപ്റ്റിക്സും കൂടെ ചെയ്യും കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അതും കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എ ന്യൂ ചാപ്റ്റർ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ ആണല്ലോ. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എ ന്യൂ ചാപ്റ്റർ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ആൾട്ടർനേറ്റിംഗ് കറണ്ട് പറഞ്ഞൊരു കറണ്ടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കുറേ കാലമായിട്ട് പഠിക്കുന്നതാണ്, ഒരുപാടായിട്ട് കേൾക്കുന്നതാണ്. സോ വാട്ട് ഡു യു മീൻ ബൈ ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്? നമുക്കറിയാം നമുക്ക് ചുറ്റുമായിട്ട് നമ്മൾ മെയിൻലി കൺസേൺ ആയിട്ടുള്ള 2 കറണ്ട്, ഒന്ന് AC കറണ്ട്, രണ്ടാമത്തെ DC കറണ്ട് അല്ലേ. എന്താണ് DC കറണ്ട് പ്രത്യേകത? DC കറണ്ട് പ്രത്യേകത അതിന് സെയിം എമൗണ്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു 2 ആംപിയർ 5 വോൾട്ട് പറയുമ്പോൾ അത് എപ്പോഴും ആ രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രത്യേകത അറിയാം. ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രത്യേകത എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരെ നോക്കി, ഇത് പോസിറ്റീവ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് ആക്സിസ് ആണ് അല്ലേ. ആദ്യത്തെ ഒരു സമയം ഫുൾ പോസിറ്റീവ് വേവിലൂടെ പോവും, പിന്നെ അത് നെഗറ്റീവ് ആവും. അതായത് നമുക്ക് ഇത് തിയറി ക്ലാസ് ആണോ? സോ നോ, തിയറിയും ക്വസ്റ്റ്യൻസും രണ്ടും ഉണ്ടാവും. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയേണ്ടത്, ഒരുപാട് പേര് പറഞ്ഞത് നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ തിയറി പ്രോപ്പറായിട്ട് എടുക്കണം. ഒരുപാട് പേർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. തിയറി കുറച്ചുകൂടി ഓറിയൻറ്റഡ് ആയിട്ട് വേണം, അതോ ജസ്റ്റ് തിയറിയിലൂടെ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തങ്ങ് നിർത്തിയാൽ മതിയോ? തിയറിയും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു 2 അവറിനടുത്ത് സമയം തരേണ്ടി വരും. അപ്പോൾ ഈ ക്ലാസ് കഴിയാൻ അറൗണ്ട് ഒരു 12:30 എങ്കിലും ആവും. അത് ഞാൻ ആദ്യമേ പറയാം. അല്ല നിങ്ങൾക്ക് പെരിഫറിലൂടെ അങ്ങനെ പോയാൽ മതിയെങ്കിൽ ഒരു 11:45 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ തീർത്ത് തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം പറയണം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്. ഒരു പ്രോപ്പർ തിയറി ഐഡിയ ഡെവലപ്പ് ചെയ്ത് തരണോ, അതോ ജസ്റ്റ് പെരിഫറലായിട്ട് നമുക്ക് എക്സാംസിന് വേണ്ട കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങൾ ഉറങ്ങി പോയാൽ മതിയോ? ആസ് നമ്മളിപ്പോൾ സാധാരണ ഒരു ഗ്രാവിറ്റേഷനൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ പെരിഫറലി ആയിട്ട് ആയാൽ മതിയോ? നിങ്ങൾ എല്ലാവരും ഒന്ന് പറയണം. സോ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ മാറ്റും കേട്ടോ. ഓക്കെ, സോ അതാണ്. സോ ഡയറക്റ്റ് കിട്ടി, അതുപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് കിട്ടി. ഓക്കെ, സോ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പ്രത്യേകത. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈൻ വേവ് അല്ലേ. അതായത് നമുക്കൊരു പോസിറ്റീവും നെഗറ്റീവും വരുന്ന ഒരു കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തിയറി വേണം. അപ്പോൾ ഒരുപാട് പേര് തിയറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, രണ്ടും പറയുന്നുണ്ട്. സോ ഐ തിങ്ക് വി വിൽ ഗോ വിത്ത് ബോത്ത് അല്ലേ. അപ്പോൾ തിയറി വേണ്ടവർക്ക് തിയറിയും കിട്ടും, ക്വസ്റ്റ്യൻസ് വേണ്ടവർക്ക് ക്വസ്റ്റ്യനും കിട്ടും. കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്കൊന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട തിയറി പറഞ്ഞിട്ട് തന്നെ പോകാം. ഓക്കെ, സോ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് I is equal to I0 sin omega t, അഥവാ I is equal to I0 cos omega t. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരാവുന്ന ഏറ്റവും മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? I0 എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ sin 0 ഇങ്ങനെ തുടങ്ങുന്നത്. അതായത് 0യിൽ, അതായത് നമ്മുടെ ഒറിജിനിൽ 0 ടൈമിൽ 0 ആംപ്ലിറ്റ്യൂഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേവ് ആയിരിക്കും സൈൻ വേവ്. സോ I is equal to I0 sin omega t. അപ്പോൾ ദിസ് ഇസ് ബേസിക്കലി ദി സൈൻ കർവ് ഓഫ് ദി AC. അതുപോലെ തന്നെ കോസ് ആണെങ്കിൽ cos 0 is 1. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്നായിരിക്കും.
പിന്നെ അതിങ്ങനെ പോവും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ എ കൊസൈൻ വേവ്. സോ നമുക്ക് I = I0 sin ഒമേഗ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, I = I0 cos ഒമേഗ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സൈൻ ആണെങ്കിൽ തുടക്കത്തിൽ 0 ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, കോസ് ആണെങ്കിൽ തുടക്കത്തിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, എല്ലാവരും തിയറി വേണം, ടൈം എടുത്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പ്രോഗ്രസ് ചെയ്യണം. നമുക്ക് ആസ് ടൈം പാസസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ അതാണ് കാര്യം. അപ്പോൾ ഇതിനകത്ത് വാട്ട് ഈസ് I0 എന്ന് പറയുന്നത് ആ എ സി കറണ്ട് കിട്ടാവുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. സോ ദിസ് ഗായ് ഇസ് നോൺ ആസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് AC current. ഓക്കെ ആണല്ലോ. I0 is known as the amplitude of AC current. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത അറിയേണ്ടത് വാട്ട് ഈസ് ഒമേഗ. നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഒമേഗ is equal to 2π/t is equal to 2π nu. സംശയമൊന്നുമില്ലല്ലോ. ദാറ്റ് ഈസ് 2π/t is equal to 2π nu. ഓക്കെ ആണല്ലോ. ഇനി ടി എന്ന് പറഞ്ഞാൽ എത്ര? ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ തീർക്കാൻ വേണ്ടി അവർക്കെടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു വേവിനെടുക്കാവുന്ന മാക്സിമം ലെങ്ത്ത്. ഓക്കെ ആണല്ലോ, അല്ലെങ്കിൽ മാക്സിമം കറണ്ട്. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, മാക്സിമം വാല്യൂ, ആൻഡ് ദാറ്റ് ഈസ് I0. ഓക്കെ ആണല്ലോ, I0. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് പീക്ക് ടു പീക്ക് വാല്യൂ? എന്താടാ വാട്ട് ഈസ് പീക്ക് ടു പീക്ക് വാല്യൂ? എന്താണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചേ, പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീക്കിൽ നിന്ന്, ശ്രദ്ധിക്കണം, ഇതാണ് ഒരു പീക്ക്, ഇതാണ് രണ്ടാമത്തെ പീക്ക്. ഒരു പീക്കിൽ നിന്ന് അടുത്ത പീക്കിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞത്. സോ ദിസ് ഗായ് ഇസ് ദ പീക്ക് ടു പീക്ക് വാല്യൂ. ഇത് I0 ആണ്, ഇതും I0 ആണ്. സോ 2I0 ആണ് എന്ത്? പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോടാ? സോ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് വിൽ ബി 2I0. ഓക്കെ, ഇനി അടുത്തത് പീരിയോഡിക് ടൈം. പീരിയോഡിക് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ, അതായത് ഇങ്ങനെ ഒരു സൈക്കിൾ തീർക്കാൻ വേണ്ടി എത്ര സമയമാണ് എടുക്കുന്നത്, അതായിരിക്കും എന്ത്? പീരിയോഡിക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യുന്നത് F ഒക്കെ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ഫ്രീക്വൻസി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ഫ്രീക്വൻസി ഈസ് 50 ഹെർട്സ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഫ്രീക്വൻസി എന്താ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഒരു എന്താ പറയേണ്ടത് അടുത്ത്. ഓക്കെ, ഇനി എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, അതായത് നീ ഒരു കറണ്ടിനെ AC ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അത് മീറ്റ് ചെയ്യണം? ഇടയ്ക്ക് ഒരു എന്താ പറയുക MCQ ആയിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ആർ ദ തിങ്? ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എന്താണ് അത്? ആദ്യത്തത് ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് എപ്പോഴും, അതായത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇത് സെയിം ആയിരിക്കണം. ഇതിപ്പോൾ ഞാൻ വരച്ചത് തെറ്റാണ്. ഇത് സെയിം ആയിരിക്കണം, ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ കാര്യം, ആൾട്ടർനേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾ ഉണ്ടായിരിക്കണം. അതായത് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അടുത്തത് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ ആണോ? അടുത്തത് പിന്നെ ഇവരുടെ കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പീരിയോഡിക് ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് വേവ് ഉണ്ടാവണം, നെഗറ്റീവ് വേവ് ഉണ്ടാവണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അതിന് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു മാഗ്നിറ്റ്യൂഡ് വേണം, അതിൻ്റെ ഡയറക്ഷൻ പീരിയോഡിക് ആയിട്ട് മാറിക്കൊണ്ടും ഇരിക്കണം. ഓക്കെ ആണല്ലോ. സോ അതാണ് കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ബിക്കമ്മിങ് എൻ കറണ്ട് ടു ബി AC. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈപ്പ് AC കറണ്ട്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കണം. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ AC കറണ്ട്. ദിസ് ഈസ് ദ സൈനസോയിഡൽ AC വിച്ച് ഈസ് ലൈക്ക് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന AC ഇതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ഹാവ് എ ട്രയാങ്കുലർ AC വേവ്, യു ഹാവ് എൻ സ്ക്വയർ AC വേവ്, അതുപോലെ തന്നെ ഒരു സോ ടൂത്ത് AC വേവ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഇനി ഇതിൻ്റെ പ്രശ്നം എന്താ? ഇതിൻ്റെ പ്രശ്നം, ഇതിന് ആക്ച്വലി ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവാണ്, അതായത് നെഗറ്റീവിലേക്ക് ഇത് പോകുന്നില്ല. അതുകൊണ്ട് ഇത് AC അല്ല. ഇത് ശ്രദ്ധിച്ചേ, ഇത് ആക്ച്വലി ഒരു ഡാമ്പിങ് ഓസിലേഷനാണ്. കാരണം കുറഞ്ഞു വരികയാണ്. ശരിയാണല്ലോ. സോ ഇതും AC അല്ല. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? AC ഷുഡ് ബി ഇങ്ങനെ പോകണം. ഓക്കെ ആണല്ലോ. അപ്പോഴേ അത് എന്താവുള്ളൂ? AC ആവുള്ളൂ. അടുത്തത് ദിസ് ഈസ് ആക്ച്വലി എ മിക്സ്ചർ ഓഫ് AC ആൻഡ് DC. കാരണം ഡയറക്ഷൻ മാറുന്നുണ്ട്, പക്ഷെ അത് നെഗറ്റീവിലേക്ക് പോകുന്നില്ല. മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്, പക്ഷെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഈസ് ബേസിക്കലി എ മിക്സ്ചർ ഓഫ് AC ആൻഡ് DC. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ബേസിക്കലി എ മിക്സ്ചർ ഓഫ് AC ആൻഡ് DC. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. സോ ദിസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AC കറണ്ട്. ഓക്കെ, അടുത്തത്
എന്താണ് ആവറേജ് വാല്യൂ ഓർ വാട്ട് ഈസ് ദ മീൻ വാല്യൂ? അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. എന്താണ് ഒരു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നീ ഒരു DC കറണ്ട് എടുക്കുക, അറിയാലോ, ഒരു ബാറ്ററി എടുത്ത് ഒരു ബൾബിലേക്ക് കൊടുത്താൽ ഒരു DC സർക്യൂട്ടായി. എന്നിട്ട് നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയം എടുക്കുക. സപ്പോസ് നീ 1 സെക്കൻഡ് എടുത്തു, 1 സെക്കൻഡ് സമയം എടുത്തു. അതിലൂടെ ആ 1 സെക്കൻഡ് സമയം കൊണ്ട് ആ സർക്യൂട്ടിലൂടെ എത്ര കറണ്ടാണോ പാസ് ചെയ്യുന്നത്, അറിയാലോ എത്ര കറണ്ടാണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ചാർജാണ് പാസ് ചെയ്യുന്നത്, അത്രയും എമൗണ്ട് ചാർജ് പാസ് ചെയ്യാൻ വേണ്ടി എത്ര സമയമാണോ നമ്മുടെ ഇതിനെടുക്കുക, അതായത് AC-ക്ക് എടുക്കുക, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ബേസിക്കലി നത്തിങ് ബട്ട് ദ ടൈം ടേക്കൺ. അതായത് തൊട്ട് മുന്നേ നമ്മുടെ DC കറണ്ടിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ചാർജിനെ ടൈം എടുക്കാൻ വേണ്ടി എത്ര വാല്യൂ എടുത്തു, അത്രയും വാല്യൂ നമ്മുടെ AC-ക്ക് എടുക്കുമോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആവറേജ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ എന്താണ് ആവറേജ് വാല്യൂ? ഇതെന്താണ് ആക്ച്വലി, ടൈമാണോ ചാർജാണോ? ദിസ് ഈസ് ആക്ച്വലി ചാർജ്. ഓക്കെ, ആദ്യം മനസ്സിലാക്കുക, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ചാർജ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ DC എത്ര ചാർജ് ഒരു സർക്യൂട്ടിൽ ഇടപെട്ടു അത്രയും ചാർജ് ഒരു AC വിടണം. ആ ACയുടെ ആ ഒരു ചാർജിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കുക, ആവറേജ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഫൈൻ. സോ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിലല്ല, നമ്മൾ എപ്പോഴും എടുക്കുക ഒരു ഹാഫ് സർക്യൂട്ടിൽ, അതായത് ഒരു ഹാഫ് സൈക്കിളിൽ എത്ര സമയമെടുക്കും അതിനെയാണ് നമ്മൾ എന്തെടുക്കുക, ആവറേജ് വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെ അത് സെയിം സർക്യൂട്ട് സെയിം ടൈമിലൂടെ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. അതിൻ്റെ ഇക്വേഷൻ ഇസ് 2I0/π. I ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? I ആവറേജ് എന്ന് പറയുന്നത് 2I0/π ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇതാണ് കാര്യം. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് 2I0/π ആയിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ -2I0/π ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ അതാണ് നമ്മുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്തത് മാക്സിമം വാല്യൂ. കുറച്ച് മാക്സിമം വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സപ്പോസ് I is equal to A sin θ. നമുക്കറിയാലോ I എന്ന് പറയുന്നത് A sin θ ആണെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്ര? sin θ 1 ആയി കഴിഞ്ഞാൽ Imax is equal to A അല്ലേ? sin θ 1 ആയി. സപ്പോസ് I is equal to A sin θ പ്ലസ് B cos θ. അങ്ങനെയാണെങ്കിൽ Imax എന്ന് പറയുന്നത് A+B അല്ല, കാരണം A+B ഒരു ആംഗിൾ ഓഫ് തീറ്റയ്ക്കും എയും ബിയും ഒരുമിച്ച് 1 ആവില്ല. സോ ദാറ്റ് ഈസ് A² + B². ഓക്കെ ആണല്ലോ, ദാറ്റ് വിൽ ബി A² + B². ഓക്കെ, സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ I is equal to A+B sin θ ആണെങ്കിൽ ദാറ്റ് വുഡ് ബി A+B Imax കേട്ടോ. അതുപോലെ തന്നെ I is equal to A sin² θ ആണെങ്കിൽ Imax is equal to A. ഓക്കെ ആണല്ലോ. ഈ 4 കാര്യങ്ങൾ മിക്കവാറും എക്സാംസിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു 4 ഇക്വേഷൻസ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു പേസ് നിങ്ങൾക്ക് മതി. ഞാൻ ഇപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തു. ഈ പേസ് മതിയോ, സ്പീഡ് കൂട്ടണോ സ്പീഡ് കുറയ്ക്കണോ നിങ്ങൾ ജസ്റ്റ് പറയണം. ഇത് പറയുന്ന സ്പീഡിൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അധികം ഒന്നും എഴുതാണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോവാണ് കേട്ടോ. ഇത് മതിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ, നോക്കട്ടെ. എല്ലാവരും എക്സാം നോട്ട് എഴുതുന്ന തിരക്കിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് പോസ് എടുത്തിട്ട് പറയാം, ഈ പേസിൽ പോയാൽ മതിയോ? കാരണം ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു പേസിൽ ഇങ്ങനെ പഠിപ്പിച്ച് പോവാണ്. സോ ഇത് മതിയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അടുത്തത്. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ RMS വാല്യൂ? എന്താണ് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചേ, RMS വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നിങ്ങൾ ഒരു DC-യിൽ കറണ്ട് കൊടുക്കുക, അതായത് ഒരു DC കറണ്ട് നമ്മൾ പാസ് ചെയ്യണം. ഓക്കെ, ഒരു DC കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ റെസിസ്റ്റൻസിൽ ഒരു ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഫൈൻ. സോ അതായത് ഇപ്പോൾ എന്താ പറയുക, ആക്ച്വലി നമ്മൾ RMS നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് DC കറണ്ടാണ് കേട്ടോ. ആദ്യം അത് മനസ്സിലാവുക. RMS ഇസ് ഡിഫൈൻ ഫോർ DC കറണ്ട്. എന്താണ് പറയുന്നത്? നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് AC കറണ്ട് ഒരു റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടാവും? ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെവലപ്പ് ചെയ്യാൻ നീ എത്ര എമൗണ്ട് DC കറണ്ട് പാസ് ചെയ്യണം, അതിനാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോടാ? സോ എന്താണ് നമ്മൾ പറയുന്നത്? ശ്രദ്ധിക്കുക, ഒരു AC കറണ്ട് ഒരു പെർട്ടിക്കുലർ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഹീറ്റ് ഉണ്ടാവും.
അതേ ഹീറ്റ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എത്ര ഡി സി കറണ്ട് പാസ് ചെയ്യണം? ദാറ്റ് വുഡ് ബി ദി RMS വാല്യൂ ഓഫ് ദ ഡി സി കറണ്ട്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? RMSനൊരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. IRMS എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to t I square dt ഡിവൈഡ്സ് ഇൻ്റഗ്രൽ 0 to t dt-യുടെ റൂട്ട്. ഓക്കെ ആണല്ലോ, റൂട്ട്. ദിസ് ഇസ് ദ വാല്യൂ ഫോർ IRMS. ഇനി നമുക്ക് വേണ്ട വാല്യൂ IRMS എന്ന് പറയുന്നത് I0/√2. IRMS എന്ന് പറയുന്നത് I0/√2. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. I = I0 sin ωt ആവുന്ന സമയത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് ജസ്റ്റ് ഈ 3 കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേ. ഒന്ന് I = I0 sin ωt. മൂന്നിൻ്റെയും ആവറേജ് 0 ആയിരിക്കും കേട്ടോ. അതിപ്പോൾ sin ωt ആണെങ്കിലും cos ωt ആണെങ്കിലും ഒക്കെ ആവറേജ് 0 ആയിരിക്കും. പീക്ക് വാല്യൂസ് ജസ്റ്റ് നോക്കുക. sin ωt ആണെങ്കിൽ I0, sin ωt cos ωt ആണെങ്കിൽ I0/t, sin ωt പ്ലസ് cos ωt ആണെങ്കിൽ √2 I0. RMS വാല്യൂസ് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈക്വേഷൻ ചോദിക്കും, ലൈക്ക് ഇഫ് I is equal to I0 sin ωt പ്ലസ് I0 cos ωt വാട്ട് വിൽ ബി ദി RMS? ആൻസർ I0 ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ആണ് നിങ്ങൾക്ക് കൊണ്ടു തന്നാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ചെയ്യാം. ജസ്റ്റ് ആംഗുലർ ഫ്രീക്വൻസി അറിഞ്ഞിരിക്കുക കേട്ടോ. ജസ്റ്റ് കുറച്ച് ചെറിയൊരു കാര്യമാണ്, ജസ്റ്റ് നോക്കാം. എഗെയിൻ തിയറി ആസ്പെക്റ്റിലുള്ള അടുത്തൊരു കാര്യമാണ്. ഓക്കെ, ഇതാണ് കാര്യം. എന്താണ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് AC ആൻഡ് DC? ഞാൻ ജസ്റ്റ് AC മാത്രം പറയാം. നമ്മൾ AC മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹോട്ട് വയർ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. AC മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹോട്ട് വയർ ഇൻസ്ട്രുമെൻ്റ് ആണ്. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദി ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്. നമ്മുടെ ഹീറ്റ് പാസ് ചെയ്യുന്ന അതിനനുസരിച്ചാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദിസ് ബേസിക്കലി യൂസസ് ദി RMS വാല്യൂ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഉണ്ടാവുന്ന അതിൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് IRMS. ഓക്കെ ആണല്ലോ, സ്ക്വയർ ഓഫ് IRMS പ്രൊപ്പോർഷനാണ്. ഓക്കെ ആണല്ലോ? പിന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡിവിഷൻ്റെ കാര്യം കൂടെ അറിയാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അധികം ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് DC AC തന്നിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇഫ് യു നീഡ്. അത് കഴിഞ്ഞിട്ട് ലേറ്റർ യു ക്യാൻ സ്ക്രീൻഷോട്ട് ആവും അല്ലേ. ദെൻ യു ക്യാൻ ജസ്റ്റ് ലേൺ ഇറ്റ് ആഫ്റ്റർവേർഡ്സ്. ഓക്കെ ആണല്ലോ? പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ RMS വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഒന്നും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ I0 ആണ്. I0/√2 അതാണ് RMS അല്ലേ. സോ RMS is equal to peak value by √2. മനസ്സിലായോടാ? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെഷർമെൻറ്റ് ഓഫ് ACയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഫൈൻ. ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിച്ച് ലോട്ട് ഓഫ് പീപ്പിൾ ഇസ് ഹാവിങ് ഡൗട്ട്. എന്താണ് ഫേസ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മുടെ ഒരു നോർമൽ AC, ശരിയാണല്ലോ? ബട്ട് പല ഘട്ടങ്ങളിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഇങ്ങനെയല്ല തുടങ്ങുക, പകരം AC തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കാം. അതായത് 0 എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ്. ഓക്കെ, അതിന് മുന്നേ തുടങ്ങി. അതായത് ഏതോ ഒരു ആംഗിളിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു +θ ആംഗിൾ അല്ലേ, ഒരു φ ആംഗിൾ മുന്നേ ആയിരിക്കും ഇത് തുടങ്ങുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും 0 എന്ന് തുടങ്ങണ്ട. ചിലപ്പോൾ ഒരു ആംഗിൾ മുന്നിൽ നിന്ന് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ആംഗിൾ കഴിഞ്ഞിട്ട് തുടങ്ങാം. ഒന്നെങ്കിൽ ഇങ്ങനെ തുടങ്ങാം. ഓക്കെ, സോ മുന്നേ പിന്നെ നമുക്കറിയില്ല. പക്ഷേ ഒരു ആംഗിൾ, അതായത് 0 എന്നല്ല തുടങ്ങുന്നത്, അതിന് മുന്നോ അതിന് ശേഷമാണ് തുടങ്ങുന്നത്. സോ നമ്മൾ ഇത്രയും കാലം I = I0 sin ωt എന്ന് എഴുതിയ സ്ഥലത്ത് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടാവും തുടങ്ങുന്നുണ്ടാവും, അത് പ്ലസ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുന്നേ തുടങ്ങുന്നുണ്ടാവും, അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യേണ്ട ഒരു പ്ലസ് ഒരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് എന്ന് പറയുന്നത്. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്താണ് ഫേസ് എന്ന് മനസ്സിലായോ? എപ്പോഴും 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അത് 0ൻ്റെ മുന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 0 കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ളൊരു കാര്യത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ ഫേസിന് ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. ഫേസ് ഒരു ആംഗിളാണ് മക്കളെ, അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ് കേട്ടോ. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. വാട്ട് ഡു യു മീൻ ബൈ എ ഫേസ്? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൽ വാട്ട് ഡു യു മീൻ ബൈ ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. ഓക്കെ, അതായത് തുടങ്ങുമ്പോൾ ഈ ഫേസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഫേസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ഓക്കെ, ഫൈൻ. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ ഫേസ് ഡിഫറൻസ്? ശ്രദ്ധിച്ചേ, എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധിച്ചപ്പോൾ വോൾട്ടേജിന് എടുക്കുകയാണ് V = V0 sin ωt പ്ലസ് ഒരു φ1. ഓക്കെ ആണല്ലോ? നമുക്ക് I എടുക്കുകയാണ്. I is equal to I0 sin
ഒമേഗ ടി പ്ലസ് ഫൈ ടു. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഒരു വി എടുത്തു, ഒരു ഐ എടുത്തു. ഇനി നമ്മളൊരു ഫേസ് ഡിഫറൻസ്, അതായത് ഈ രണ്ട് പേര് പ്ലോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ഐ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, വി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അവരുടെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഫൈ ടു മൈനസ് ഫൈ വൺ. അതിനെയാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട് തരത്തിലാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്നാമത് ഫേസ് ഡിഫറൻസ് ഓഫ് ഐ വിത്ത് റെസ്പെക്ട് ടു വി. ഫേസ് ഡിഫറൻസ് ഓഫ് ഐ വിത്ത് റെസ്പെക്ട് ടു വി ഒന്ന്. രണ്ടാമത്തത് ഫേസ് ഡിഫറൻസ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ഐ. ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കണം. വാട്ട് ഈസ് ഐ വിത്ത് റെസ്പെക്ട് ടു വി? ഐ വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഐന്ന് വി മൈനസ് ചെയ്യുക, അതായത് ഫൈ ടു മൈനസ് ഫൈ വൺ. അതായത് ആദ്യം ഏതാണോ അതിന്ന് രണ്ടാമത്തത് മൈനസ് ചെയ്യുക. ഐ വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറഞ്ഞാൽ ഐ മൈനസ് വി. അല്ല വി വിത്ത് റെസ്പെക്ട് ടു ഐ എന്ന് പറഞ്ഞാലോ ദാറ്റ് വിൽ ബി ഫൈ വൺ മൈനസ് ഫൈ ടു, അതായത് വി മൈനസ് ഐ. മനസ്സിലായോടാ? മനസ്സിലായോ? സോ എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം സിമ്പിളായിട്ടാണ് പറയുന്നത്, ഒന്നും സാറ് ഓവർ കുക്ക് ചെയ്യുന്നില്ല. എല്ലാം പ്രോപ്പറായി വേണ്ട കാര്യങ്ങൾ മാത്രം വെച്ച് പറഞ്ഞു പോവാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. എന്തൊക്കെയോ മിസ്സിങ് പഠിക്കുമ്പോൾ ഇപ്പോഴും മിസ്സിങ് ഉണ്ടോ? കാരണം എനിക്ക് വളരെ ബേസ് നിന്ന് എനിക്കിങ്ങനെ എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട് എന്നൊക്കെ പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷെ അത്രയും പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഈ സമയം മതിയാവില്ല. ഇപ്പം തന്നെ ഹാഫ് ആൻ അവർ ആയി, നമ്മൾ ജസ്റ്റ് ഇതായിട്ടേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സാർ ഈസി ചാപ്റ്ററാണ്, ഈസി ചാപ്റ്ററാണ് കേട്ടോ. പഠിപ്പിക്കുന്ന പേസ് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മാത്രം പറഞ്ഞാൽ മതി. അതോ ഞാൻ എന്തെങ്കിലും ഇടയ്ക്കൂടെ എന്തെങ്കിലും മിസ്സായി പോകുന്നുണ്ടോ നിങ്ങൾക്ക്? അതോ ഒരു കണ്ടിന്യൂറ്റിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ. Okay, what do you mean by? And there is a concept which is known as lagging concept as well as leading concept. Okay ആണല്ലോ. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഇസ് ദ വി അല്ലേ, ഇതാണ് വി. വി നോർമലായിട്ട് അങ്ങനെ പോവാണ്. പക്ഷെ അത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഐ അതിന് മുന്നേ തുടങ്ങിയിരിക്കുന്നു അല്ലേ. ഐ മുന്നേ തുടങ്ങിയിരിക്കുന്നു, അല്ല സോറി, ഐ എന്താണ് ആക്ച്വലി ലാഗ് ചെയ്യാണ്. കാരണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ സീറോ എടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻ? സീറോ എടുക്കുകയാണെങ്കിൽ വി ഓൾറെഡി പൂജ്യത്തിലെത്തിയിരിക്കുന്നു. പക്ഷെ ഐ ആകട്ടെ ഇപ്പോഴും നെഗറ്റീവ് വാല്യൂലാണ്. നേരെ മറിച്ച് ഇത് നേരെ പോയി ഐ സീറോയിലെത്തി, ഈ പോയിന്റിൽ അല്ലേ. ഐ ഈ പോയിന്റിൽ സീറോ എത്തി, അപ്പോഴേക്കും വി ഇവിടെ എത്തി. അതായത് വി മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഐ പുറകിലാണ്. അത് നിങ്ങൾ എങ്ങനെ നോക്കുക? ആർക്കാണ് കൂടുതൽ വാല്യൂ നോക്കുക. ഓക്കെ, ഒരു പോസിറ്റീവ്, അതായത് പോസിറ്റീവ് ഈ ഒരു ക്വാഡ്രൻ്റ് എടുക്കുക. ഇതിനകത്ത് ആരാണ് മുന്നിൽ പോകുന്നതെന്ന് നോക്കുക. ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ശ്രദ്ധിച്ചേ, ഇവിടെ താഴെ ഐയും മുകളിൽ വിയും ആണ്. അല്ലെങ്കിൽ ആക്ച്വലി വി ഈസ് എഹെഡ് ഓഫ് ഐ. ഓക്കെ ആണല്ലോ, വി ഈസ് എഹെഡ് ഓഫ് ഐ. അപ്പോൾ അതിനർത്ഥം എന്താ? വി റീച്ചസ് മാക്സിമം മുന്നേ, അല്ലെങ്കിൽ ഐന് മുന്നേ ആര് എത്തും? വി മാക്സിമത്തിലെത്തും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് എ ലാഗിങ് ആൻഡ് ലീഡിങ് കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ, എന്താണ് ലാഗിങ്, അതുപോലെ തന്നെ എന്താണ് ലീഡിങ് എന്നുള്ളത്. അടുത്തൊരു കാര്യമാണ് ഫേസർ ഡയഗ്രാം. സോ ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദി അനദർ വേ. ഓക്കെ, നമ്മൾ ലാഗിങ് എന്താ പറയുക, ലാഗിങ് ലീഡിങ് ഒക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഫേസർ ഡയഗ്രാം. ശ്രദ്ധിച്ചേ, സപ്പോസ് ദിസ് ഈസ് V0 and this is V0 omega t. Okay, now suppose I is leading, അതായത് ഐ വിനേക്കാളും മുന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഐ ഇവിടെ വരയ്ക്കും, എന്നിട്ട് ഒരു 5 ഡിഫറൻസ് ഉണ്ടെന്ന് അങ്ങ് കാണിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പം എന്ത് പറ്റി? ആക്ച്വലി ഇത് ഐ ആണെങ്കിൽ ഐ ഈസ് ആക്ച്വലി ലീഡിങ് V0 ബൈ ആൻ ആംഗിൾ ഓഫ് 5. മനസ്സിലായോ? ഐ ഈസ് ആക്ച്വലി ലീഡിങ് V0 ബൈ ആൻ ആംഗിൾ ഓഫ് 5. സോ ഇതിനെയാണ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായടാ? ഇതിനാണ് നമ്മളൊരു ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ സർ, EMI ആൻഡ് AC പഠിക്കാൻ മാഗ്നറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി സ്ട്രോങ് ആവണോ? നീഡ് നോട്ട് ബി, ബട്ട് ഇഫ് യു നോ മാഗ്നറ്റിസം ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. EMIൻ്റെ മറ്റേ എന്താണ് കറണ്ട് ഇൻഡ്യൂസിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തായാലും ഹെൽപ്പ് ചെയ്യും. സോ ഐ പ്രിഫർ ലൈക്ക് ഇഫ് ഇറ്റ്സ് പോസിബിൾ, നിനക്ക് പഠിക്കാൻ പോസിബിൾ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു ചെറിയൊരു അഭിപ്രായമുണ്ട് കേട്ടോ. ഓക്കെ, സോ
അടുത്ത നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് AC. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഒന്നാമത്തത് AC എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ചീപ്പർ ദാൻ DC. ഓക്കെ, ഇതൊക്കെ സാറ് വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ്, ഒരു 3-4 പോയിൻറ്റ് ഞാൻ പറയുള്ളൂ. ഓക്കെ, AC എന്ന് പറയുന്നത് DCനേക്കാൾ ചീപ്പറാണ്. ഇത് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു DC. അടുത്ത പോയിൻറ്റ്, ഈസിലി കൺവേർട്ടഡ് ടു DC. ഓക്കെ ആണല്ലോ, ACനെ പെട്ടെന്ന് തന്നെ നിനക്ക് DC ആക്കിയിട്ട് മാറ്റാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ഈസിലി. ഓക്കെ, ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ഈസിലി. ഇവരെ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഐദർ ഒരു ചോക്ക് കോയിൽ യൂസ് ചെയ്തിട്ടോ, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, നമുക്ക് അത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? സോ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് വെരി ഈസിലി. അടുത്തത് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു long distance without power loss. Okay, and it can be transmitted to long distance without power loss. അടുത്തത് it can be stepped up or stepped down. Okay ആണല്ലോ, with the help of a transformer. Okay ആണല്ലോ, അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. It can be either stepped up or it can be stepped down with the use of a transformer. Okay ആണോ? പഠിച്ചല്ലോ. ഫൈൻ. സോ നിങ്ങൾ ഈ ഒരു വാല്യൂസും കൂടെ പഠിച്ചിരിക്കണം. കാരണം ഇത് മിക്കവാറും എല്ലാത്തിനും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. മെയിൻ അറിഞ്ഞിരിക്കേണ്ടത് ഈ വാല്യൂ തന്നെയാണ് കേട്ടോ. സൈനുസോയിഡലിൻ്റെ RMS വാല്യൂസ് 0.70 I0. അടുത്തത് 0.637. വേറെ ഒന്നുമല്ല, എക്സാമിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നൊരു മേപ്പോട്ട് നോക്കണ്ട. കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡിനെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ RMS ആയി, കിട്ടുന്ന വാല്യൂവിനെ 0.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ആയി. ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ 0.5, 0.31. ഫുൾ വേവ് ആണെങ്കിൽ 0.7, 0.637. സ്ക്വയർ റെക്റ്റാങ്കുലർ ആണെങ്കിൽ I0. സോ ടൂത്ത് ആണെങ്കിൽ I0/√3, I0/2. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം നോക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടാ? ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? രാത്രിയാണ്, ഉറക്കം വരുന്നുണ്ടോ പിള്ളേരെ? എനിക്ക് ആദ്യം അത് അറിയണം, ഉറക്കം വരുന്നുണ്ടോ? കാരണം നമ്മൾ ഒരു ചാപ്റ്റർ ഇങ്ങനെ എടുക്കുകയാണ്, ബട്ട് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു ചാപ്റ്ററാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സോ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ രാത്രി ഇരിക്കുന്നതിനൊരു യൂസ് കിട്ടുന്നുണ്ടോ നിങ്ങൾ ആദ്യം പറയണം, അല്ലാണ്ട് വെറുതെ ഞാനിങ്ങനെ കുറേ എടുത്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അതുപോലെ തന്നെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു? റിപ്പീറ്റേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട് അല്ലേ? ഇപ്പം ഇന്ന് നമ്മൾ ഈ ക്ലാസ് അവസാനിക്കുമ്പോഴേക്കും അവസാനത്തെ 10 ദിവസത്തിലേക്ക് നമ്മുടെ എക്സാം ചുരുങ്ങുകയാണ് അല്ലേ? അവസാനത്തെ അടുത്ത ഞായറാഴ്ച എക്സാം, ഈ ഞായർ കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച എക്സാം വരാൻ പോവാണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ പോവാം, സംസാരിച്ചങ്ങനെ പോവാം. ഒരു അപ്ഡേറ്റ് തന്നാൽ നല്ലതായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ക്ലിയർ ആണ് സർ. ഓക്കെ, okay, so we are starting with different types of AC circuit. Okay, AC സർക്യൂട്ടിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യത്തത് സിമ്പിൾ AC സർക്യൂട്ട്, രണ്ടാമത്തത് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, എന്തൊക്കെയാണുള്ളത്? സിമ്പിൾ AC സർക്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് AC സർക്യൂട്ട് ഉണ്ട്. എന്താണ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഒന്നെങ്കിൽ റെസിസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. കോംപ്ലിക്കേറ്റഡ് ആവട്ടെ, അത് കോമ്പിനേഷൻ R+C ആവാം, L+C ആവാം, R+L ആവാം, അല്ലെങ്കിൽ R+L+C ആവാം, നമുക്കറിയില്ല. ബട്ട് ഇറ്റ് വിൽ ബി ബേസിക്കലി കോമ്പിനേഷൻ ഓഫ് 1 or more. ഓക്കെ ആണല്ലോ? ഫൈൻ, ഗ്രേറ്റ്. അടുത്തത് വി ആർ മൂവിങ് ഇൻ ടു ദി ഫസ്റ്റ് മെയിൻ ചങ്ങായി. ഇതാണ്. ഇനി നമുക്ക് കുറച്ച് സർക്യൂട്ടുകളാണ് പഠിക്കാനുള്ളത് അല്ലേ? ഒന്നാമത്തെ സർക്യൂട്ട് എന്താണ്? AC സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ റെസിസ്റ്റൻസ്. അതായത് ഒരു റെസിസ്റ്റർ എടുത്തിട്ട് നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യണം. ഇതാണ് ACയുടെ സിമ്പിൾ കേട്ടോ. ഓക്കെ ആണ്. വി ആർ കണക്റ്റിംഗ് ടു E = E0 sin ωt. നമുക്കറിയാം V = IR ആണ് അല്ലേ? ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. സപ്പോസ് I ഈസ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വിൽ ബി V = IR. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ E ഉണ്ട്, ഇതിൽ I ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഇതിലൊരു സർക്യൂട്ടിൽ അപ്ലൈ ആണെങ്കിൽ E മൈനസ് IR വിൽ ബി 0 അല്ലേ? അഥവാ E = IR ആയിരിക്കും. E എന്ന് പറയുന്നത് E0
സൈൻ ഒമേഗ ടി ആയിരിക്കും, അത് IR ആയിരിക്കും. ഓക്കെ ആണല്ലോ. E = IR ആണ്. E0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് IR ആയിരിക്കും. ഓക്കെ ആണല്ലോ. അഥവാ I = എന്തായിരിക്കും? E0/R സൈൻ ഒമേഗ ടി. ഓക്കെ ആണല്ലോ. E0/R സൈൻ ഒമേഗ ടി. ഓക്കെ ആണല്ലോ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വാട്ട് ഇസ് IRMS IRMS എന്ന് പറയുന്നത് ERMS/R ആയിരിക്കും. ഓക്കെ ആണല്ലോ. പഠിച്ചല്ലോ. ഇനി ഇതിനകത്ത് ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ I0 ഇവിടെ ആയിരിക്കും, അതുപോലെ തന്നെ E0 ഇവിടെ ആയിരിക്കും. ദർ വിൽ നോട്ട് ബി എനി കൈൻഡ് ഓഫ് ഫേസ് ഡിഫറൻസ് ഇൻ പ്യുവർ റെസിസ്റ്റൻസ്. ആകെ ഇത് പഠിച്ചാൽ മതി. വോൾട്ടേജ് പഠിക്കുക, കറണ്ട് പഠിക്കുക, ഫേസ് ഡിഫറൻസ് പഠിക്കുക. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം പറയുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്തത് പ്യുവർ ഇൻഡക്റ്റൻസ്. ശ്രദ്ധിച്ചേ, അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഇൻഡക്ടറിലാണ്. ഇൻഡക്ടർ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എഗെയിൻ ഒരു സർക്യൂട്ട് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഈ ഇൻഡക്ടറിൻ്റെ പ്രത്യേകത, നമ്മൾ ഉണ്ടാകുന്ന EMF എറൗണ്ട് ഇൻഡക്ടർ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് -LdI/dt ആയിരിക്കും അല്ലേ. നമ്മൾ EMIയിൽ പഠിച്ച ഇക്വേഷനാണ് EMF ഇൻഡ്യൂസ്ഡ് = LdI/dt. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാണ്ടാലും. സോ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ കിർച്ചോഫ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത EMF E ആണ്. E + -LdI/dt will be 0. അഥവാ E = LdI/dt. ഓക്കെ ആണല്ലോ. ഇത് ഇയും ഇയും വേറെയാണ് കേട്ടോ. ഈ E എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്ത EMF ആണ്. അതായത് ആ ഒരു ഇൻഡക്ടറിൽ എത്ര EMF ആണ് ഇൻഡ്യൂസ് ചെയ്തത്, അതാണ് എപ്സിലോൺ. ആൻഡ് E എന്ന് പറയുന്നത് എന്താ? നമ്മൾ അപ്ലൈ ചെയ്താണ്. ഓക്കെ ആണല്ലോ. അത് മനസ്സിലാക്കുക. അഥവാ അപ്ലൈ ചെയ്ത EMF E will be completely converted into the charge developed in the inductor. ഓക്കെ ആണല്ലോ. അഥവാ ഐനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. E0/ωL സൈൻ ഒമേഗ ടി -π/2. ഇത് കാണുമ്പോഴേ മനസ്സിലാവും കറണ്ട് ഇസ് ആക്ച്വലി ലാഗിങ് ബിഹൈൻഡ് ദി വോൾട്ടേജ്. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ. ആൻഡ് മാക്സിമം കറണ്ട് I0 എന്ന് പറയുന്നത് E0/ωL ആണ് കേട്ടോ. മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് E0/ωL ആണ്. ജസ്റ്റ് ഇത് ഡെറൈവ് ചെയ്യണം. ഇതിനകത്ത് മാക്സിമം വാല്യൂ അപ്ലൈ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് മെയിൻ ഹൈലൈറ്റ് പോയിന്റ്സ് പറയുകയാണ്. ഫുൾ ഓൺ ഡെറിവേഷൻ ചെയ്യുന്നില്ല, നല്ല സമയം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഇതിനകത്ത് കറണ്ട് ലാഗ് ചെയ്യുന്ന എമൗണ്ടൊക്കെ അറിയാലോ. π/2 വെച്ചാൽ ലാഗ് ചെയ്യുന്നത്, ജസ്റ്റ് അറിഞ്ഞിരിക്കും. കറണ്ട് ഇസ് ലാഗിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിനക്ക് ഇങ്ങനൊരു ഫേസർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കുക? ശ്രദ്ധിച്ചേ, ഇത് E0 ആണെന്ന് വിചാരിക്കുക, ഇവിടെ I0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് വിൽ ബി π/2 - ωt. ഇതും ωt ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ദിസ് വിൽ ബി ദി ഫേസർ ഡയഗ്രാം. ഓക്കെ. സോ നമ്മൾ ഫേസർ ഡയഗ്രാം എന്താണെന്ന് കൂടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഇൻഡക്റ്റൻസ്. ഓക്കെ. അടുത്തത് കപ്പാസിറ്റൻസ്. ഓക്കെ ആണല്ലോ. കപ്പാസിറ്റൻസ്. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റെസിസ്റ്റർ എന്നൊക്കെ പറയുന്നവർ ദിസ് ഗൈ ഹാവ് സംതിങ് കോൾഡ് ആസ് XL. ഈ XL എന്ന് പറയുന്നത് ωL ആണ്, അത് 2π/νL ആണ്. ഓക്കെ ആണല്ലോ. 2π/νL ആണ്. ഈ XLൻ്റെ എന്താണ് യൂണിറ്റ് ഇസ് ഓം കേട്ടോ. യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ. അടുത്തത് പ്യുവർ കപ്പാസിറ്റൻസ് ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പ്യുവർ കപ്പാസിറ്റൻസ് ആണെന്ന് വിചാരിക്കുക. പ്യുവർ കപ്പാസിറ്റൻസ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് E എന്ന് പറയുന്നത് Q/C ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ദ എമൗണ്ട് ഓഫ് എന്താ പറയുക EMF ഇൻഡ്യൂസ് വിൽ ബി ചാർജ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ കപ്പാസിറ്റൻസ്. ഓക്കെ. സോ അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ആൻഡ് വാട്ട് ഇസ് എമൗണ്ട് ഓഫ് കറണ്ട് ഇൻഡ്യൂസ്? കറണ്ട് എത്രയുടെ I എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ബേസിക്കലി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജസ്. I is equal to dQ/dt ആണ്. ദാറ്റ് വിൽ ബി d/dt ഓഫ് ഇത് നമുക്കറിയാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ EC എന്ന് കിട്ടും അല്ലേ. ബട്ട് വി ഓൾറെഡി നോ ദാറ്റ് E = E0 സൈൻ ωt. E എന്ന് പറയുന്നത് E0 സൈൻ ωt ആണ്. സോ അത് നോക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? E0 is equal to CE0 സൈൻ ωt. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? I is equal to I0 സൈൻ ωt പ്ലസ് π/2 എന്ന് കിട്ടും. വേർ I0 is equal to CE0. ഓക്കെ ആണല്ലോ. വേർ I0 is equal to CE0. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ. I0 equal to CE0. ഇവിടെ എന്ത് പറ്റി? ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെ ബേസിക്കലി വാട്ട് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ് ഇസ് ഇവിടെ കറണ്ട് ലീഡ് ചെയ്യാണ്. ഓക്കെ ആണല്ലോ. കാരണം ഇവിടെ പ്ലസ് π/2 ആണുള്ളത്. അതുകൊണ്ട് എന്താ മനസ്സിലാക്കണം? കറണ്ട് ഇസ് ബേസിക്കലി കറണ്ട് ലീഡ് ചെയ്യണം. ഫേസർ ഡയഗ്രാം വരച്ചാൽ ഇങ്ങനെ വരും. ഇഫ് ദിസ് ഇസ് യുവർ E0, ഹിയർ ഇസ് യുവർ I0. ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് ഗൈ വിൽ ബി
90 degree. This is omega t. Okay ആണല്ലോ, ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് വരുന്ന ഒരാളാണ് എക്സ് സി. എക്സ് സി എന്ന് പറഞ്ഞാലും വാട്ട് ഇസ് ഇറ്റ്? എക്സ് സി ഈക്വൽ ടു 1/omega c കേട്ടോ. സോ ദാറ്റ് ഈസ് 1/2π ന്യൂ സി. എക്സ് സി ഈക്വൽ ടു 1/omega c, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ന്യൂ സി. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ലേൺഡ് ഇൻ ദിസ് മച്ച് ഓഫ് ടൈം. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി. എത്രയാണ്? സപ്ലൈ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ആവട്ടെ ആറിൽ സെയിം ആണ്, എല്ലിൽ കുറയും, സിയിൽ ഫേസ് കൂടും. ഓക്കെ ആണല്ലോ. ആറിൽ സെയിം, എല്ലിൽ കുറയും, സിയിൽ കൂടും. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്. ഇനി അടുത്തത് പി കറണ്ട് V0/R, V0/omega L, V0/omega C. ഓക്കെ ആണല്ലോ. ഇനി ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപിഡൻസ് ഇസ് ബേസിക്കലി V/I കേട്ടോ. V/Iനാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ ദ നെറ്റ് റെസിസ്റ്റൻസ് ഓഫേർഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇംപിഡൻസ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഇംപിഡൻസിൻ്റെ വാല്യൂസ് കൂടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. ദെൻ യു ഹാവ് ദി ഫേസ് ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. ആദ്യത്തെ 0 ആണ്, രണ്ടാമത്തേൽ ഫേസ് ലീഡ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തേൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ഫേസർ ഡയഗ്രാം നോക്കുക, ഒന്നിൽ സെയിം ആണ്, മറ്റേൽ വോൾട്ടേജ് ലീഡ് ചെയ്യും, രണ്ടാമത്തേൽ വോൾട്ടേജ് ലാഗ് ചെയ്യും, മൂന്നാമത്തേൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ബാക്കിയുള്ള അറിയാൻ ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് ഓംസ് ലോ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. ഓംസ് ലോയും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കാം. ഓക്കെ, സോ വിത്ത് ദാറ്റ് നോട്ട് വി ഹാവ് കെയിം ടു ആൻ എൻഡ് ടു ദി ഫസ്റ്റ് ഹാഫ് കേട്ടോ. നമ്മളിപ്പോൾ എൽ സർക്യൂട്ട്, ആർ സർക്യൂട്ട്, സി സർക്യൂട്ട് ഇത് മൊത്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ആ സർക്യൂട്ട്സ് എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട്. നൗ വി ആർ മൂവിങ് ഇൻ ടു ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. സോ ആ 3 സർക്യൂട്ട് ഒന്ന് മനസ്സിലാവും, ജസ്റ്റ് പറഞ്ഞേ. ഷംല ഈസ് സെയിങ് ആൻഡ് ഷീ സെയിങ് ഹായ് ഷംല. ഓക്കെ, സോ ഒരുപാട് പേര് പറയുന്നുണ്ട്. JM ക്ലിയർ ആണ് സർ. ഈ ഉറക്കം ഒഴിക്കുന്ന രാത്രികളൊക്കെ എക്സാം ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടിയാണ്. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് അല്ലേ. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഹാർഡ് വർക്ക്സ് പേസ് ഓഫ് സംടൈംസ്. കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു നീറ്റിൻ്റെ സമയത്ത് ഇത്രയും വൃത്തികെട്ടൊരു ക്ലൈമറ്റ് വരരുതെന്നാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം. കാരണം ഭയങ്കര മഴയാണ്. ഇപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും നന്നായി പഠിക്കേണ്ട ഒരു ടൈമിൽ നമുക്കിങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്ന ഒരു സീസണാണ് ഇപ്പോൾ അല്ലേ. രാവിലെ എണീറ്റാൽ ഉറക്കം വരും, രാത്രി കിടക്കാൻ മുമ്പൊക്കെ ഉറക്കണം, എപ്പോൾ നോക്കിയാലും ഉറക്കം വരുന്നൊരു സമയമാണ് ഇപ്പോൾ. ബട്ട് സ്റ്റിൽ യു ഗൈസ് ആർ മാനേജിങ് ടു കം അപ്പ് ആൻഡ് ടു ലേൺ, ആൻഡ് ദാറ്റ് മീൻസ് എ ലോട്ട് ഫോർ മീ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ്സ് ലൈക്ക് ബെസ്റ്റ് തിങ്. ഓക്കെ, so we are just going through some questions, a few questions of initial part which we have discussed just now. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ? The RMS value of potential difference is shown in the figure. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ there is no continuous variation. There is either a V0 or 0. ഓക്കെ ആണല്ലോ. അല്ലാണ്ട് കുറയുന്ന പരിപാടിയൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ മാക്സിമം ഉണ്ടാവും, ചിലപ്പോൾ 0 ഉണ്ടാവും. അപ്പോൾ നീ ശ്രദ്ധിച്ചേ, V is actually V0 when time is between T/2. ശരിയാണല്ലോ. നിങ്ങൾക്കറിയാം T/2 വരുന്ന സമയം V0 ആണ് വാല്യൂ. ആൻഡ് V is equal to 0 if it is T/2 less than or equal to C less than or equal to T. ഓക്കെ ആണല്ലോ. അതായത് T/2 Tയിലേക്ക് എത്തുന്ന സമയത്ത് V0 ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സർ റയോപ്റ്റിക്സ് കോമ്പി എടുക്കുമല്ലോ അൻസ? മിക്കവാറും മറ്റന്നാൾ തന്നെ ഉണ്ടാവും കേട്ടോ. എത്രയും പെട്ടെന്ന് തീർത്തരാം. എനിക്കത് തീർക്കണം എന്നാണ്. കാരണം എനിക്കൊന്ന് എനിക്ക് ചാർട്ട് ചെയ്ത ചാപ്റ്റേഴ്സാണ് ബാക്കിയുള്ളത്. ഒരുപാടായി ചാപ്റ്റേഴ്സ് ചാർട്ട് ചെയ്ത് ലൈവ് ക്യാൻസൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താ പറയുക, പേഴ്സണൽ പ്രോബ്ലംസും പിന്നെ വേറെ കുറേ ഷൂട്ട്സും എല്ലാം കൂടെ ആയിട്ട് എല്ലാം കൂടെ മാനേജ് എത്തുന്നില്ല. അതാണ്. ഓക്കെ, ഫൈൻ. എനിവേ, അപ്പോൾ V = V0, അതുപോലെ തന്നെ V = 0. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് വാട്ട് ഡു യു മീൻ ബൈ VRMS? VRMSനുള്ള ഇക്വേഷനാണ് നിങ്ങളിവിടെ ആദ്യം അറിയേണ്ടത്. VRMS is equal to integral 0 to T V² dt divided by integral 0 to T dt. ഓക്കെ ആണല്ലോ. റേസ് ടു ഹാഫ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് VRMS എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ്. ദിസ് ഈസ് ബേസിക്കലി ഇൻ്റഗ്രൽ 0 to നമ്മൾ ആദ്യം T/2 വരെയുള്ള എടുക്കാം. ഓക്കെ ആണല്ലോ. ആദ്യം T/2 വരെയുള്ള എടുക്കുക. കാരണം 0 to T V² dt ആണ് അല്ലേ. അപ്പോൾ അതിനെടുക്കുക. ദാറ്റ് വിൽ ബി V0² dt പ്ലസ് ഇനി നമ്മൾ T/2 തൊട്ട് T വരെയുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ആദ്യം 0 to T/2 എടുത്തു, രണ്ടാമത്തെ T/2 to T എടുക്കാം. T/2 to T, അവിടെ 0 ആണ് എൻ്റെ വാല്യൂ, dt. ഓക്കെ ആണല്ലോ. ഇൻ്റഗ്രൽ 0 to T dt ഇതിൻ്റെ റൂട്ട്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? V0²
ഇവിടെ V0² തന്നെ വരിക അല്ലെ, V0². ഇവിടെ T0 എത്തോട്ടാണ് വരിക, T0 നമുക്കറിയാം this will be basically what, V0² by T into T0 raised to T by 2 whole raised to 1/2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സാധനം മൊത്തം പോയി. നമ്മൾ ഇതിന് ഡിഫറൻഷ്യൽ വിൽ ബി T, പിന്നെ V0² ഇവിടെ വെച്ചു, പിന്നെ ഡിടിയുടെ ഡിഫറൻഷ്യൽ ഡിടിയുടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് T. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറഞ്ഞുതരാം, V0 കോൺസ്റ്റൻ്റ് ആണ്, അത് അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഡിടിയുടെ എന്താണ് ഇൻ്റഗ്രൽ ഇസ് T. ഓക്കെ, അപ്പോൾ നമ്മളത് ലിമിറ്റ് കൊടുക്കുന്നത് T0 T0/2 ഡിവൈഡ് ബൈ T. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ അപ്പർ ഹാഫ് ഈസ് T0. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് വിൽ ബി V0² by T ഇൻറ്റു ഇവിടെ T/2 ആണ് അപ്പർ സ്ക്വയർ അല്ലേ, ലോവർ ലിമിറ്റ് 0 ആണ്. ദാറ്റ് വിൽ ബി T/2 whole raised to 1/2. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് V0² by T ഇൻറ്റു T/2. ഓക്കെ, അത് വെട്ടിപ്പോയി. ദിസ് ഹോൾ റേസ് ടു 1/2. സോ ദിസ് ഇസ് V0² 1/2 എന്ന് പറഞ്ഞാൽ V0, 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് വിൽ ബി V0/√2. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ വിൽ ബി V0/√2. ദ ആൻസർ ഇസ് C. ആൻസർ ഇസ് C. ഹൂസ് ദർ ആൻസർ? C ഫസ്റ്റ്. മുഹമ്മദ് നിഷുൻ പറഞ്ഞിട്ടുണ്ട്, നന്ദന പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ്. സോ ദ ആൻസർ ഇസ് C. അടുത്തത്, ഇൻ ആൻ AC സർക്യൂട്ട് IRMS ആൻഡ് I0 is related to. ഈസി ക്വസ്റ്റൻ ആണ്, എല്ലാവരും പറഞ്ഞേ എന്താണ് IRMSൻ്റെ I0ൻ്റെ റിലേഷൻ? പെട്ടെന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ. ക്വസ്റ്റ്യൻ പിള്ളേർ ചെയ്യുന്നുണ്ടോയെന്ന് അറിയണമല്ലോ. എളുപ്പമുള്ള ക്വസ്റ്റൻ, ചെയ്യാനൊന്നുമില്ല, എളുപ്പമുള്ള ക്വസ്റ്റൻ. ഓക്കെ, ആൻസർ ഇസ് D. ശരിയാണ്, ആൻസർ എന്ന് പറഞ്ഞാൽ D ആണ്. IRMS is equal to I0/√2. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ശ്രദ്ധിച്ചേ. എന്താണ്? എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ ബൾബ് B ആൻഡ് an AC സോഴ്സ്. ഓക്കെ, ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് ഡിക്രീസസ് വെൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബ്രൈറ്റ്നസ് ഓഫ് ബൾബ് കുറയണം. കപ്പാസിറ്റൻസ് ഓഫ് റിയാക്റ്റൻസ് XC ഈക്വൽ ടു XL ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് ബ്രൈറ്റ്നസ് ഓഫ് ബൾബ് കുറയുമോ? ഇല്ല. ഓക്കെ, എന്താ പറ്റുന്നത്? സെയിം എന്താണ്, ഒരു കപ്പാസിറ്ററാണ് വെക്കുന്നത്. ഓക്കെയാണ്. അപ്പോൾ ചാർജ് സ്റ്റോർ ചെയ്യും, ദർ ഇസ് നോ ചേഞ്ച്. ആൻഡ് അയൺ റോഡ് ഈസ് ഇൻസേർട്ടഡ്. ശ്രദ്ധിച്ചേ, ഈ കോയിൽ ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അയൺ റോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിൻ്റെ ഇൻഡക്റ്റൻസ് കൂടും. ഓക്കെയാണോ? അല്ലെങ്കിൽ ആ കോയിലുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂടും. അതിലുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതിനെക്രോസുള്ള ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് കൂടും. ഇതിനെക്രോസുള്ള ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് കൂടിയാൽ ഇതിനെക്രോസ് ഡ്രോപ്പ് ചെയ്യാൻ ബാക്കിയുള്ള വോൾട്ടേജ് കുറയും. ശരിയാണല്ലോ, മനസ്സിലായോ? ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ കൊടുത്ത് ഒരു സൈഡിൽ ഒരേ എമൗണ്ട് ഉണ്ട്. ഓക്കെ, ഒരു 20-50. ഇപ്പോൾ ഇവിടെ നമ്മൾ കോയിൽ വെക്കുമ്പോൾ ഇതിനകത്ത് കൂടുതൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്തിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ? ബൾബിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. സോ ദ ആൻസർ ഇസ് B. ഓക്കെ ആണല്ലോ. ആൻസർ ഇസ് B. D ശരിയാണ്. മുഹമ്മദ് B ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി എനിക്ക് കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഭയങ്കര പനിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ലൈവ് കട്ടായി പോയതൊക്കെ. എടുക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് ഹെൽത്ത് ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സംഭവം ഇപ്പോഴും ചുമയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ചുമയൊന്നും ഒട്ടും പ്രോഗ്രസ് ചെയ്തിട്ടില്ല. ഒരു വൈറൽ ഫീവർ വല്ലാണ്ടുണ്ട്. എസ്പെഷ്യലി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഈ ഒരു വൈറൽ ഫീവറൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ബി സേഫ്. ഓക്കെ, അപ്പോൾ നീറ്റൊക്കെ വരികയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ തൽക്കാലം വീടിൻ്റെ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുകയോ ചെയ്യാണ്ടിരിക്കുക. ചൂടാക്കി ആറിയ വെള്ളം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ ഫിൽറ്ററിൽ നിന്ന് മാത്രം വെള്ളം എടുക്കുക. നെവർ ടേക്ക് എ ചാൻസ്. കാരണം ഇത്രയും നിങ്ങൾ പഠിച്ച് അവസാനം നീറ്റാവുന്ന സമയത്ത് ഈ ചെറിയ പനിയൊക്കെ വന്നിട്ട് ആകെ വയ്യാണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വിചാരിച്ചാലും നിങ്ങൾ വിചാരിച്ച അത്ര പെർഫോമൻസ് അങ്ങനെയാണ് നിങ്ങൾക്ക് നീറ്റിന് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക, മാക്സിമം കോഷ്യസ് ആയിട്ടിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ ലൈക്ക് ലാസ്റ്റത്തെ 10 days ആണ്, പറ്റുന്ന അത്രയും കൊടുക്കുക, ബട്ട് നെവർ ഓവർ സ്ട്രെസ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ദിവസം ഇരുന്ന് 15 hours ഒക്കെ പഠിക്കാം, ദാറ്റ്സ് ഫൈൻ. 15 hours കൂടുതലൊന്നും ഒരു ദിവസം ഒരു മനുഷ്യന് പ്രാക്ടിക്കലി പോസിബിൾ അല്ല പഠിക്കാൻ വേണ്ടിയിട്ട്.
ബാക്കി ഒരു 7 ഹവേഴ്സെങ്കിലും ഉറങ്ങുക. ഓക്കെ ആണല്ലോ, ഒരു 7 ഹവേഴ്സെങ്കിലും ഉറങ്ങുക. ബാക്കി ഒരു 2 ഹവേഴ്സ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഈവൺ ഒരു 14 ഹവേഴ്സൊക്കെ ഡെയിലി പഠിച്ചാൽ തന്നെ യു ക്യാൻ സ്റ്റിൽ സ്ലീപ്പ് ഫോർ 7 ഹവേഴ്സ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കാരണം വിത്തൗട്ട് എ പ്രോപ്പർ സ്ലീപ്പ് ഐ തിങ്ക് യു കോൺ ഡു എനിത്തിങ് മാജിക്. ഓക്കെ, കാരണം മെയിൻ കാര്യം സ്ലീപ്പും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് മാക്സിമം ടേക്ക് കെയർ ചെയ്യുക കേട്ടോ. സോ കമ്മിങ് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ? A 40 microfarad capacitor is connected to a 200 volt 50 hertz AC supply. The RMS value of the current. Okay, അപ്പോൾ ഇവിടെ C തന്നിട്ടുള്ളത് 40 microfarad ആണ്. So that is basically 40 into 10 raised to minus 6 farad. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. നമുക്ക് തന്നിരിക്കുന്നത് വോൾട്ടേജ് ആണ്. മനസ്സിലാക്കുക, തന്നിരിക്കുന്ന വോൾട്ടേജ്, അതായത് കണക്ട് ചെയ്ത വോൾട്ടേജ് ഇസ് ബേസിക്കലി ദി RMS വോൾട്ടേജ് കേട്ടോ. എപ്പോഴും ഓർത്തിരിക്കുക, നമ്മളൊരു സർക്യൂട്ടിൻ്റെ വോൾട്ടേജിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഇസ് ബേസിക്കലി ദി RMS വോൾട്ടേജ്. VRMS എന്ന് 200 വോൾട്ട് ആണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ന്യൂ തന്നിട്ടുണ്ട്, അത് 50 ഹെർട്സ് ആണ്. നമ്മൾ വെച്ചിരിക്കുന്നത് IRMS ആണ്. നമുക്കറിയാം IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ERMS ബൈ കപ്പാസിറ്റർ ആണല്ലേ. സോ കപ്പാസിറ്ററിൻ്റെ XL അല്ലെങ്കിൽ XC എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. സോ ദാറ്റ് ഈസ് 1/ωc. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ERMS ഇൻറ്റു ωc. സോ ERMS എന്ന് 200 ആണ്. ഒമേഗ എന്ന് പറയുന്നത് എത്രയാടാ? ഒമേഗ ഈസ് 2π ഇൻറ്റു ന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ന്യൂ എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ആൻഡ് ഒമേഗ 2π ഇൻറ്റു ഇനി സി എന്ന് പറയുന്നത് 40 ഇൻറ്റു 10 raised to minus 6 ആണ്. ഓക്കെ, 40 ഇൻറ്റു 10 raised to minus 6. അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2.51 ആംപിയർ കറണ്ട് കിട്ടും കേട്ടോ. ആൻസർ ഇസ് 2.51 ആംപിയർ കറണ്ട്. ഓക്കെ, ആൻസർ ഇസ് 2.51. മുഹമ്മദ് നിഷ്വിൻ അഗെയിൻ പറഞ്ഞിട്ടുണ്ട്. നിഷ്വിൻ പുതിയൊരാളാണല്ലോ. നിഷ്വിൻ ആർ യു റിപ്പീറ്റ് യുവർ? കാരണം നമുക്ക് സ്ഥിരമായിട്ട് മുഖം കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട് ചാറ്റിലൂടെ. ആരാ വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ബട്ട് ഐ ജസ്റ്റ് നോ ദ എക്സിസ്റ്റ് ഇൻ സം കോർണർ ഓഫ് ദി വേൾഡ് ആൻഡ് ദേ അറ്റൻഡ് മൈ കോമ്പി ഓൺ എ റെഗുലർ ബേസിസ്. ഓക്കെ, സോ നിഷ്വിൻ എന്തായാലും കുറച്ച് ഡിലേ ആണ്. നമ്മുടെ ഇനി അടുത്തത് അവസാനത്തെ കോമ്പി ക്ലാസ് ആണ്. അതോടെ ഈ ഒരു വർഷത്തേക്ക്, അതായത് പ്രോബബ്ലി നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന അവസാനത്തെ കോമ്പി ആയിരിക്കണം ഇത്. കാരണം യു ഷുഡ് ക്ലിയർ ദ നീറ്റ് ദിസ് ടൈം. ആൻഡ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കോൺടാക്ട് വിത്ത് ദി DOPA പീപ്പിൾ ആൻഡ് ഗെറ്റ് മൈ നമ്പർ ആൻഡ് ജസ്റ്റ് ടെക്സ്റ്റ് മീ ദി ഹാപ്പിനെസ്. കിട്ടിയിട്ടുണ്ട്. ഐ ജസ്റ്റ് ഗോട്ട് ഇൻ ദിസ് മെഡിക്കൽ കോളേജ് ആൻഡ് ദാറ്റ് വിൽ ബി ലൈക്ക് സോ ഹാപ്പി അല്ലേ. അല്ലെങ്കിൽ ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഐ വിൽ ബി ഹിയർ, യൂട്യൂബിൽ തന്നെ ഉണ്ടാവും ഡോപ്പയുടെ ഏതെങ്കിലും ലൈവിൽ. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് ജോയിൻ ആൻഡ് യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ദിസ് തിങ്സ് ഹാപ്പൻ ആൻഡ് ജസ്റ്റ് ജോയിൻഡ് ഇൻ ദിസ് മെഡിക്കൽ കോളേജ്. സോ that will be a lot of happiness to me. Okay, so Nasha പറഞ്ഞ 2.51 ആംപിയർ. ഓക്കെ, ഫൈൻ, ഗ്രേറ്റ്. അടുത്ത ചോദ്യം. In an AC circuit of alternating voltage 200√2 into sin 100t. So E is equal to 200√2 sin 100t. മനസ്സിലാക്കുക, E is equal to E0 sin ωt. ഓക്കെ ആണല്ലോ. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ E0 is equal to 200√2. ഒമേഗ is equal to 100 radian per second. ഇത്രയും കാര്യങ്ങൾ അതിന് കിട്ടും. ഓക്കെ ആണല്ലോ. ഒമേഗ is equal to 100 radian per second. ഓക്കെ, ഗ്രേറ്റ്. മനസ്സിലാക്കുക. ആൻഡ് വാട്ട് ഈസ് XC? XC എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. സോ ദാറ്റ് ഈസ് 1/100 ഇൻറ്റു capacity is 1 microfarad. So 1 into 10 raised to minus 6. So that is basically 10 raised to okay, അങ്ങനെ ഇരുന്നോട്ടെ, അതാവും നല്ല ഡെയിലി ഇത് ചെയ്യേണ്ട. ഞാൻ റീസൺ പറയാം. 1/100 into 10 raised to minus 6. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ദി RMS വാല്യൂ അല്ലേ? നമ്മളോട് ചോദിച്ചിട്ടുള്ള RMS വാല്യൂ ആണ്. നമുക്കറിയാം IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? VRMS/XC ആണ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ERMS എന്ന് പറഞ്ഞാൽ E0/√2 അല്ലേ? ERMS എന്ന് പറഞ്ഞാൽ E0/√2 ആണ് by 1/ωc. So that is basically what E0 എന്ന് പറഞ്ഞാൽ 200√2/√2. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു ഇൻറ്റു 1/ωc. ωc മുകളിലേക്ക് വന്നു. സോ ദാറ്റ് ഈസ് ബേസിക്കലി 100 into 10 raised to minus 6. So the answer is 2 into 10 raised to minus 2 ആംപിയർ അഥവാ 20 മില്ലി ആംപിയർ. ഓക്കെ ആണല്ലോ, അഥവാ 20 മില്ലി ആംപിയർ. ഓക്കെ, ആൻസർ ഇസ് 20 മില്ലി ആംപിയർ. ഓക്കെ ഫൈൻ. ഒരുപാട് പേര് ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. വെദർ ഇറ്റ്സ് ലൈക്ക് എന്താണ്
ഗെറ്റ് വെൽ സൂൺ ആണ്. ഗെറ്റ് വെൽ സൂൺ ആണെങ്കിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ, കാരണം അത്രയും പണി കിട്ടിയിട്ടുണ്ട് ആസ് എ ഫീവർ. ഓക്കെ ഫൈൻ. പിന്നെന്താ, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേട്ടാ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? രാത്രി ഇപ്പോൾ 11:00 അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണം എല്ലാവർക്കും വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, നമുക്ക് ഇങ്ങനെ അങ്ങ് തീർക്കാം. ചാപ്റ്റർ പകുതി അടുത്തായിട്ടുണ്ട്. നമ്മൾ ഡെഫിനറ്റ്ലി ബിഫോർ 12:30 എന്തായാലും തീർക്കും. ഇൻ ദിസ് സ്പേസ് വിൽ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ദ ചാപ്റ്റർ. മേ ബി അതിന് മുന്നേ തന്നെ തീർക്കാൻ പറ്റിയതിന് മുന്നേ തന്നെ നമ്മൾ തീർക്കും. ഡോണ്ട് വെറി റിഗാർഡിങ് ദാറ്റ്. സോ മനസ്സിലായല്ലോ, ഇതിന് ഡൗട്ടൊന്നുമില്ലല്ലോ. ഇസ് ദിസ് ക്ലിയർ? യെസ്, 20 mA എവറിത്തിങ്സ് റൈറ്റ് ആൻസർ കേട്ടോ, എല്ലാം കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. A capacitor of capacity C has reactance X. If capacitance frequency become double, then reactance will be. നമുക്കറിയാം റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി 1/C ഒമേഗ. ഇവിടെ കപ്പാസിറ്റൻസ് ഡബിളായി 2C ആയി. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡബിളായി എന്ന് പറഞ്ഞാൽ ഒമേഗ ഇസ് ഈക്വൽ ടു 2πν. അപ്പോൾ ഒമേഗ ന്യൂ 2 ടൈംസ് ആയാൽ ഒമേഗയും 2 ടൈംസ് ആവും. ശരിയാണല്ലോ? സോ ദാറ്റ് ഈസ് ബേസിക്കലി 2 ഒമേഗ. സോ 1/4 ഇൻറ്റു C ഒമേഗ, അല്ലെങ്കിൽ 1/4 ടൈംസ് എക്സ്. അഥവാ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്? x/4. എക്സ് ഡാഷ് എന്ന് പറയുന്നത് x/4. ആൻസർ ഇസ് C. Okay, so with that we have solved ഒരു അറൗണ്ട് സം ഹാഫ് ക്വസ്റ്റ്യൻസ് കേട്ടോ. എനിക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് പേഴ്സണലി ചെയ്യണം എന്നുണ്ട്, ശരിക്കും ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം ബീയിങ് വാട്ട്, നമുക്കെല്ലാം കൂടെ തീർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ റെഡിയാണോ? ഫസ്റ്റത്തെ ഭാഗം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സോ ഇഫ് യു നീഡ് യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ സിപ്പ് ഓഫ് വാട്ടർ. വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് ദ കോമ്പിനേഷൻ സർക്യൂട്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? സെറ്റാണ്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. അപ്പോൾ നമുക്കിനി എല്ലാ സർക്യൂട്ട് അങ്ങ് തുടങ്ങിയാലോ? നിങ്ങളുടെ ഒരു ഗ്രീൻ ഫ്ലാഗ് കിട്ടി. ഐ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് എല്ലാ സർക്യൂട്ട് കേട്ടോ. നമ്മൾ പകുതിയായിട്ട് പ്രോപ്പറായിട്ട് ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് സാർ, സ്കിപ്പ് ചെയ്യാം എന്ന് വെച്ച ചാപ്റ്റർ ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഇല്ല. ഗ്രേറ്റ്. അല്ല, ലൈക്ക് എ സി ഇസ് ആക്ച്വലി ബേസിക്കലി സിമ്പിൾ ചാപ്റ്റർ കേട്ടോ. എളുപ്പമാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എല്ലാ സർക്യൂട്ട്. ഇനി നമ്മൾ കോമ്പിനേഷൻ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മളൊരു റെസിസ്റ്റർ എടുക്കുകയാണ്. വി ആർ കമ്പൈനിങ് ഇറ്റ് വിത്ത് ആൻ ഇൻഡക്ടർ വിച്ച് ഈസ് ഓൾ ഗിവൺ ടു എ AC പവർ സോഴ്സ്. ഓക്കെ, സോ അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ വി ഈസ് ഈക്വൽ ടു നമ്മുടെ റെസിസ്റ്റർ കാരണം ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് VR ഇസ് ഈക്വൽ ടു IR ആയിരിക്കും. അതുപോലെ ഇൻഡക്റ്റൻസ് കാരണം റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് V ഈക്വൽ ടു IXL ആയിരിക്കും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്കറിയേണ്ട അടുത്തൊരു കാര്യം, നമുക്കറിയാം ഒരു ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇത് കറണ്ടാണെന്ന് വിചാരിക്കാം. നമുക്കറിയാം കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് റെസിസ്റ്റൻസ് ഉള്ളത് ഇൻ കേസ് ഓഫ് എന്താണ് നമ്മുടെ റെസിസ്റ്റൻസ്. പക്ഷേ നേരെ മറിച്ച് നീ അത് ഇൻഡക്ടർ എടുക്കുകയാണെങ്കിൽ ഇൻഡക്ടറിൽ വോൾട്ടേജ് ഇസ് ആക്ച്വലി ലീഡിങ്, അല്ലെങ്കിൽ കറണ്ട് ഇസ് ലാഗിങ് ബിഹൈൻഡ് അല്ലേ. സോ ഇതായിരിക്കും അതിൻ്റെ ഫേസർ ഡയഗ്രാം വരിക. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ VR എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഫേസ്. അതുപോലത്തെ VL എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഫേസ് ഡിഫറൻസ്. അതായത് VL പ്ലസ് π/2 ആയിരിക്കും എന്ത് കിട്ടുക? I കിട്ടുക. ഓക്കെ ആണല്ലോ? സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ ദ നെറ്റ് കറണ്ട് I എന്ന് പറയുന്നത് എത്രയായിരിക്കും? VR² പ്ലസ് VL² ആയിരിക്കും. കാരണം ഇവർ പരസ്പരം 90 ഡിഗ്രിയാണ്. വെക്റ്റർ അഡീഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? പഠിച്ചല്ലോ? ഗ്രേറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് E² ഈക്വൽ ടു VR² പ്ലസ് VL² എന്ന് കിട്ടിയല്ലോ. ഗ്രേറ്റ്. അതുപോലെ തന്നെ ദിസ് ഇസ് ബേസിക്കലി ഈക്വൽ ടു I² ഇൻറ്റു R² പ്ലസ് XL². നമുക്കറിയാം V എന്ന് പറയുന്നത് IR ആണ് അല്ലേ. പിന്നെ VL എന്ന് പറയുന്നത് IXL ആണ്. ഓക്കെ ആണല്ലോ? അഥവാ I ഇസ് ഈക്വൽ ടു E/R² പ്ലസ് XL². സോ ഇതാണ് കറണ്ടിൻ്റെ വാല്യൂ. ഓക്കെ ആണല്ലോ? സോ I ഇസ് ഈക്വൽ ടു E/R² പ്ലസ് XL² ആണ് എന്ത് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെ വരെയാണ് ഞാനൊരു ഇംപിഡൻസ് ട്രയാങ്കിൾ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എന്താടാ ശ്രദ്ധിച്ചേ, ഇത് റെസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് റെസിസ്റ്റർ ആണെങ്കിൽ ഇതായിരിക്കും റെസിസ്റ്റൻസ് ടു ഇൻഡക്ടർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ് എന്താണ്? ടോട്ടൽ, അതായത് XL² പ്ലസ് XR². ഈ വാല്യൂനെ വിളിക്കുന്ന പേരാണ് സെറ്റ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വാല്യൂ മാർക്ക് ചെയ്യാണ് 5. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് tan 5?
tan phi എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ ഇത് ഈ ആംഗിൾ തന്നെയാണ് ഓക്കെ tan phi. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് ബേസിക്കലി ദ ആംഗിൾ ബിറ്റ്വീൻ VL/VR ആണ്. ഓക്കെ ആണല്ലോ. ദാറ്റ് വിൽ ബി IXL/IR അഥവാ XL/R. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു ωL/R. ഓക്കെ, ഓർ phi is equal to tan inverse ωL/R. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. സോ phi is equal to tan inverse ωL/R. ഓക്കെ, സോ ദിസ് ഇസ് റിഗാർഡിംഗ് ദി ഇംപെഡൻസ്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഇൻഡക്റ്റീവ് ഇംപെഡൻസ്? ZL എന്ന് പറയുന്നത് എന്താ ശ്രദ്ധിച്ചേ. നമുക്കറിയാം I0 is equal to E0/√R² + ω²L² ആണ്. ഓക്കെ ആണല്ലോ. എന്താണ് ഒമേഗ ടോട്ടൽ ഇംപെഡൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ഇതിനകത്തുള്ള ZL എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബേസിക്കലി R² + ω²L²ൻ്റെ റൂട്ട്. ഓക്കെ, ZL എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ZL is equal to R² + ω²L². ഓക്കെ ആണല്ലോ. ഫൈൻ. അങ്ങനെ അത് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ടു അനദർ സർക്യൂട്ട് വിച്ച് ഇസ് RC സർക്യൂട്ട്. എന്താണ് RC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഓൾ ഗോസ് ഇൻ ടു എ AC സോഴ്സ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ബേസിക്കലി യുവർ RC സർക്യൂട്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്? VC is equal to IXC ഉണ്ട്, V is equal to IR ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇവിടെയും E is equal to, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഫേസർ ഡയഗ്രാം ഇത് VR ആണെന്ന് വിചാരിക്കാം. VC is actually lagging behind അല്ലേ? VL മുകളിലും VR താഴെയായിരുന്നു. അപ്പോൾ ഇവിടെയാണ് E വരിക. സെയിം സാധനമാണ് E is equal to √VR² + VC². ഓക്കെ ആണല്ലോ. അഥവാ I is equal to E/√R² + XC², R² + XC². ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ഇംപെഡൻസ് ZC ഈക്വൽ ടു? ദാറ്റ് ഈസ് R² + XC². അറിയാലോ, R² + XC² ആണ് വരിക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു R² + വാട്ട് ഈസ് XC? XC ഈസ് ഈക്വൽ ടു 1/ωc. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലേ? XC എന്ന് പറയുന്നത് 1/ωc ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ZC എന്ന് പറയുന്നത് എത്രയാണ്? R² + 1/ωc². ഓക്കെ ആണല്ലോ. ഫൈൻ. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഇംപെഡൻസ് ZC ഉണ്ട്. അത് എന്താ? ഫൈ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് 1/ωcR. ഓക്കെ ആണല്ലോ. വേറെ ഒന്നുമല്ല, അത് നമുക്ക് വേറെ XC/R എന്നാണ് വരിക കേട്ടോ. അപ്പോൾ XC എന്ന് പറഞ്ഞാൽ 1/ωc ആണ്, R എന്ന് പറഞ്ഞാൽ 1/R ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ എന്തൊക്കെയാണ് കുറേ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. സോനു തോമസ് ഒരു പച്ച കളറിൽ എന്തോ ഇട്ടിട്ടുണ്ട്, ശ്രേയ ഉണ്ണികൃഷ്ണൻ പച്ച കളർ ലവ് ഇട്ടിട്ടുണ്ട്, ജോൺ വിക്ക് ഈ ഒരു സ്നാപ്പിംഗ് ഇമോജി ഉണ്ട് താനോസിൻ്റെ. അതാണോ ആക്ച്വലി എനിക്കറിയില്ല. ഈസ് ദാറ്റ് ബേസിക്കലി ദ സ്നാപ്പിംഗ് ഓഫ് താനോസ്? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ ഫൈൻ. സോ അങ്ങനെ നമ്മൾ RC സർക്യൂട്ട് കഴിഞ്ഞു. എഗെയിൻ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇൻ എ നട്ട്ഷെൽ ഇതുകൊണ്ടിരിക്കുന്നു. യു ക്യാൻ ബേസിക്കലി ജസ്റ്റ് സ്ക്രീൻഷോട്ട് ദി സ്റ്റഫ്. യു ക്യാൻ സേ ഇറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ്? സർക്യൂട്ട് ഏതാണ്? RL ആണ്. I സെയിം ആണ്. ഫേസർ ഡയഗ്രാം നോക്കുക. ഇവിടെ L കൂടുതൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ VC ലാഗ് ചെയ്യുന്നുണ്ട്. മറ്റേൽ ഓപ്പോസിറ്റ് ആണ് അല്ലേ? സോ ഇത് പറയുന്നില്ല VL - VC, ജസ്റ്റ് കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഈ ലാഗ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്നത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ലാസ്റ്റ് റിവിഷൻ ടൈമിൽ ജസ്റ്റ് നോക്കുക കേട്ടോ. ദിസ് വിൽ ബേസിക്കലി ഹെൽപ്പ് യു. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് വൺ. ദിസ് ഇസ് അനദർ സ്റ്റഫ്. ഫേസ് ഡിഫറൻസിനായിരുന്നു വീണ്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപെഡൻസിൻ്റെ വാല്യൂ പറയുന്നുണ്ട്. പിന്നെ വേരിയേഷൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ ഗ്രാഫുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. മിക്കവാറും നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി ഈ ഗ്രാഫ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതുണ്ടാവുന്നത് ഏതാണ്? ദിസ് ബേസിക്കലി കംസ് ഇൻ യുവർ RL സർക്യൂട്ട്. ദിസ് കംസ് ഇൻ RC, ദിസ് കംസ് ഇൻ LC. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഓക്കെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോ. ഓക്കെ, യു ക്യാൻ സ്ക്രീൻഷോട്ട് ഇറ്റ് ബേസിക്കലി. ഓക്കെ ആണല്ലോ. ഫൈൻ. അത് സർ ഗ്രീൻ ഫ്ലാഗ് കാണിക്കാൻ പറഞ്ഞില്ലേ? അതാണ് ഗ്രേറ്റ്, അടിപൊളി. ശരി. ഓക്കെ, ശ്രേയ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞു തരുമോ? സർക്യൂട്ട് ഇതാടാ. എല്ലാ ഇക്വേഷനും ഇതിനകത്തുണ്ടല്ലോ. ഫേസ് ഡിഫറൻസ് ഉണ്ട്, ഇംപെഡൻസിൻ്റെ ഉണ്ട്, കറണ്ടിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഓരോ സർക്യൂട്ടിലും അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് എ കറണ്ട്,
വാട്ട് ഈസ് ദ വോൾട്ടേജ്, വാട്ട് ഈസ് ദ സർക്യൂട്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇംപിഡൻസ്, വാട്ട് ഈസ് ദ വേരിയേഷൻ, അല്ലെങ്കിൽ ഈ സാധനം വാട്ട് ഈസ് ദ വേരിയേഷൻ, ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി റിമൈനിങ് ക്ലാസ്സസ് ഉണ്ടാവും. ഏത് റിമൈനിങ് ക്ലാസ് ആണ് എനിക്ക് മനസ്സിലായില്ല. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് ഞാൻ തീർത്തിട്ടുണ്ട്. ഫിസിക്സ് വാസ് അണ്ടർ മൈ ഗൈഡൻസ് ആൻഡ് ഐ തിങ്ക് ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് ദ ഫിസിക്സ്. സോ ഫിസിക്സ് ഒന്നും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ രാജാവിൻ്റെ വരവ് എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ ചങ്ങായി വിച്ച് ഇസ് യോ LCR സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദി LCR സർക്യൂട്ട്. റെഡിയാണോ? Okay. We are going to learn about the LCR circuit. PDF ഗ്രൂപ്പിൽ തരുമോ? ഏത് PDF? ഈ PDF ആണ്. ഈ PDF ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരാണോ, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഇൻചാർജ് ആരാണോ ഡോപ്പയിൽ, അയാളോട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയാം. ഞാൻ ഈ ഒരു PDF ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഫൈൻ. LCR circuit. അപ്പോൾ what is L? L is inductor, capacitance, resistance, all connected over an എന്താണ് നമ്മുടെ AC. ഓക്കെ ആണല്ലോ, ഫൈൻ. ഫിസിക്സ് ഓൾ ചാപ്റ്റർ ഫോർമുല ഷീറ്റ് കിട്ടുമോ? ഓൾ ചാപ്റ്റർ ഫോർമുല ഷീറ്റ് നമ്മൾ ഓരോന്നായിട്ട് ഗൂഗിൾ ചെയ്യേണ്ടി വരും. എനിക്ക് ആവശ്യമുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാറാണ് പതിവ്. എൻ്റെ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയതില്ല. പണ്ടുണ്ടായിരുന്നു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം അതൊന്നും ഇല്ലല്ലോ. കോംബി സെക്ഷൻ ഓഫ് കെമിസ്ട്രി മെയിൻലി പി ബ്ലോക്ക്. സാർ എടുക്കുമ്പോൾ പി ബ്ലോക്ക് ആക്ച്വലി ഞാൻ എടുക്കായികയൊന്നുമില്ല. ബട്ട് ദ പ്രോബ്ലം ഇസ് ചാർട്ട് ചെയ്തിട്ടില്ല, ഇതുവരെ ചാപ്റ്റേഴ്സ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ചാപ്റ്റേഴ്സ്, എന്തായാലും മൊത്തം തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ യു ആർ ഇൻ ഹൈ നീഡ് ഓഫ് ദാറ്റ് സ്പെസിഫിക് ചാപ്റ്ററാണ്, യു ക്യാൻ ബേസിക്കലി കോൺടാക്ട് വിത്ത് ദ ഡോപ്പ പീപ്പിൾ. ഡോപ്പയത്തെ നിങ്ങൾക്ക് ഈ മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരോടൊന്ന് പറയാം, ഈ ഒരു ചാപ്റ്റർ വേണം, ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഫോർവേഡ്. എനിക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഐ ഡെഫിനറ്റ്ലി ടേക്ക് ഫിസിക്സ്. കെമിസ്ട്രി എടുക്കാറുള്ള തന്നെയാണ്, വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു LCR സർക്യൂട്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു LCR സർക്യൂട്ട്. LCR സർക്യൂട്ട് വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടെ ഇപ്പോൾ നമുക്ക് V is equal to VL is equal to IXL, V is equal to IXC, V is equal to IR. ഓക്കെ ആണല്ലോ. 3 പൊട്ടൻഷ്യൽ ഡെവലപ്പ് ആവുന്നുണ്ട്. ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ VL വരും, ഇവിടെ VC വരും, ഇവിടെ VR വരും. ഓക്കെ ആണല്ലോ, ഇവിടെ VR വരും. ഓക്കെ, സോ നമ്മൾ എപ്പോഴും എടുക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും എടുക്കുന്നത് VL കൂടുതലാണെന്ന് എടുക്കുക. സോ ബേസിക്കലി വി ഹാവ് VL മൈനസ് VC. ഓക്കെ ആണല്ലോ, ഇവിടെ VL മൈനസ് VC വരും. അപ്പോൾ എഫക്റ്റീവായിട്ട് എടുക്കുന്ന സമയത്ത് VL മൈനസ് VC ഹോൾ സ്ക്വയർ പ്ലസ് VR സ്ക്വയർ, ഇതായിരിക്കും എഫക്റ്റീവായിട്ട് വരുന്ന വോൾട്ടേജ്. ഓക്കെ ആണല്ലോ, VL മൈനസ് VC ഹോൾ സ്ക്വയർ പ്ലസ് R സ്ക്വയർ. അതായത് E is equal to excuse me, E is equal to VR square plus VL minus VC the whole square. Okay, and E is equal to VR square plus VL minus VC whole square. This is equal to I into root of R square plus XL minus XC square. Shraya, നിങ്ങൾക്ക് question, I mean ഏതാണ് ഇമ്പോർട്ടൻറ്റ് സർക്യൂട്ട് എന്നല്ല equation എന്ന് വെച്ചാൽ first one is this, second one is definitely this one. Okay, connecting all the resistances. So this can be again written as this is equal to ഇതിൽ ഈ ഭാഗം മാത്രം എഴുതാണ്, that will be root of R square plus XL എന്ന് പറയുന്നത് omega L minus 1 by omega C the whole square. ഓക്കെ ആണല്ലോ, അത് മനസ്സിലാക്കുക. ആൻഡ് വാട്ട് ഇസ് tan phi here? tan phi എന്ന് പറയുന്നത് XL minus XC by R. tan phi is equal to XL minus XC by R. ഓക്കെ ആണല്ലോ. 12th പി ബ്ലോക്ക് സാർ എടുത്താൽ വലിയ ഉപകാരമാണ്. അത് ശരി, ആക്ച്വലി പി ബ്ലോക്ക് സച്ച് എ ബിഗ് ചാപ്റ്റർ അല്ല, ഭയങ്കര വലിയ ചാപ്റ്ററാണ്. എടുക്കാം, കുഴപ്പമില്ലടാ, ഞാൻ എന്തായാലും നോക്കിയോട്ടെ, ഞാൻ പറഞ്ഞിട്ട് ഇഫ് പോസിബിൾ ആ പി ബ്ലോക്ക് കൊണ്ട് ഞാൻ എടുത്തുതരാം. കുറച്ച് വലിയ ചാപ്റ്ററാണ്, നെവർ മൈൻഡ്. എന്തായാലും ഒരു ഈ ഒപ്റ്റിക്സ് കൂടെ കഴിയട്ടെ. ആഫ്റ്റർ ഒപ്റ്റിക്സ് ആ ജസ്റ്റ് ഡേറ്റ്സ് ഒന്ന് നോക്കിയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം അതും കൂടെ എടുത്തുതരാം കേട്ടോ, കുഴപ്പമില്ല. ഫൈൻ, സോ അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്, വാട്ട് ഈസ് ദ ടാൻ തീറ്റ, വാട്ട് ഈസ് ദി ടോട്ടൽ കറണ്ട് ആൻഡ് വാട്ട് ഈസ് ദി ടോട്ടൽ EMF. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്.
ആൻഡ് ദർ ഇസ് എ സീരീസ് LCR സർക്യൂട്ട് ആൻഡ് എ പാരലൽ LCR സർക്യൂട്ട്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പാരലൽ LCR സർക്യൂട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. നമുക്ക് എക്സാമിന് മാർക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സാർമാർ മനഃപൂർവ്വം പാരലൽ LCR സർക്യൂട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് ഇട്ടുതരും. സീരീസിൽ മാത്രം പഠിച്ചാൽ മതി. ഫേസർ ഡയഗ്രാം പഠിക്കുക, VL - VC, VC - VL പഠിക്കുക. റിഗാർഡിംഗ് വാട്ട് ഇസ് ഇംപിഡൻസ് ട്രയാങ്കിളൊക്കെ അറിയാലോ, tan phi എന്താണെന്ന് പഠിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. യു ക്യാൻ അഗെയിൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്, അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടോ? അതോ വെറുതെ ആണോ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് സൂമൊക്കെ ചെയ്ത് വെച്ച് ഇങ്ങനെ മാറിയിരിക്കുന്നു? ഓക്കെ ഓക്കെ ഓക്കെ, എടുത്തോ. സോ ദിസ് ഇസ് ബേസിക്കലി ദ സീരീസ് LCR സർക്യൂട്ട്. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ടൈമിൽ എഴുതിയ എൻ്റെ ലൈക്ക് ദിസ് ഗുഡ് വാസ് മൈ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ഐ വാസ് റിപ്പീറ്റിംഗ്. ഇതൊക്കെ ആക്ച്വലി 2018 എഴുതിയ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, സോ അതാണ് അതിലെ കാര്യം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി വി ആർ കമ്മിങ് ടു നെക്സ്റ്റ് മെയിൻ ടോപ്പിക്സ് എല്ലാം കഴിയാണ്. ചാപ്റ്ററിൻ്റെ മെയിൻ ടോപ്പിക്സ് എല്ലാം കഴിയാണ്. നൗ വി ആർ സ്പോയിങ് ഓവർ സ്മോൾ തിങ്സ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സാറിൻ്റെ എസ് ബ്ലോക്ക് എടുത്തപ്പോൾ നന്നായി മനസ്സിലായി, അതാണ് പി ബ്ലോക്ക് എടുത്ത് തരാൻ പറയുന്നത്. ഓക്കെ ഡാ, ഫൈൻ. റഷ് ആൾ ഡെഫിനറ്റ്ലി ടേക്ക് ടു. എനിക്കങ്ങനെ എടുക്കുന്നതായിട്ടൊന്നുമല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, വി ഹാവ് അനദർ ഫാക്കൾട്ടീസ് ഫോർ കെമിസ്ട്രി ഓൾസോ. സോ ഫാക്കൾട്ടീസ് ആരും ഇല്ലെങ്കിലാണ് ഞാൻ ബേസിക്കലി കയറാറ്. നെവർ മൈൻഡ്, അതുകൂടെ അങ്ങ് എടുത്തു തരാം, കുഴപ്പമില്ല. മേ ബി കുറച്ച് എഗെയിൻ ഒരു 2 മണിക്കൂറോളം ടൈം വേണ്ടി വരും, കാരണം ഇറ്റ്സ് എ വെരി ബിഗ് ചാപ്റ്റർ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, വി വിൽ ഡു ഇറ്റ്. ഓക്കെ, വി വിൽ ഡു ഇറ്റ്, ഡോണ്ട് വറി. ആ ചാപ്റ്ററും കൂടെ എടുത്തിട്ട് നമുക്ക് അതും, അപ്പം എനിക്കിനി ഒപ്റ്റിക്സ് എടുക്കാനുണ്ട്. പി ബ്ലോക്ക് സെക്കൻഡ് ഇയർ കൂടെ എടുത്തു തരാം കേട്ടോ, കുഴപ്പമില്ല. ഇറ്റ്സ് 11:45 എന്നിട്ട് ഒരു 25 പേരൊക്കെ ലൈവ് ഉണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, കാരണം ഈ സമയത്തൊക്കെ നിങ്ങൾ ലൈവ് ഇരിക്കാന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ എന്തായാലും ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, വാട്ട് എവർ ബി ദ സ്റ്റഫ്. ബട്ട് യു ഗൈസ് ആർ സിറ്റിംഗ് ഹിയർ അല്ലേ, ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് അപ്രീഷിയേറ്റിംഗ് ദ സ്റ്റഫ്. സാറിന് നീറ്റിൽ എത്ര സ്കോർ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഐ വാസ് റിപ്പീറ്റിംഗ് ഡ്യൂറിങ് 2018. 2018 ഇഫ് യു ഗെറ്റ് എ 560 മാർക്ക് യു ആർ വെൽ ഇനഫ് ടു ക്രാക്ക് എ നീറ്റ് എക്സാം. ഓക്കെ, 560 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീറ്റ് എക്സാം കിട്ടും. ആൻഡ് മൈ സ്കോർ വാസ് അറൗണ്ട് 618 ആയിരുന്നു എൻ്റെ സ്കോർ. അന്ന് ഭയങ്കര ടഫാട്ടോ, വിചാരിക്കുന്ന പോലെയല്ല. യു ജസ്റ്റ് ടേക്ക് അറൗണ്ട് ദി പേപ്പേഴ്സ് ആൻഡ് പേപ്പേഴ്സ് ലൈക്ക് കുറച്ച് ടഫാണ്. ഇപ്പോഴത്തെ അത്രയും എളുപ്പമല്ല പേപ്പർ. ഓക്കെ, ജോൺ വിക്ക് ഫുള്ള് സ്നാപ്പ് ചെയ്ത് കളിക്കാണല്ലോ. യു വാണ്ട് ജസ്റ്റ് വൈപ്പ് ഔട്ട് ദി ഹാഫ് ഓഫ് ദി യൂണിവേഴ്സ് സോ ദാറ്റ് നീറ്റ് വിൽ നോട്ട് ഹാപ്പൻ ബിക്കോസ് ഓൾ ദി നെക്സ്റ്റ് പീപ്പിൾ വിൽ ബി ജസ്റ്റ് ഡിസപ്പിയറിങ് ത്രൂ യുവർ സ്നാപ്പ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്. എന്താണ് റെസൊണൻസ്? ശ്രദ്ധിച്ചേ, റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സർക്യൂട്ടും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അതായത് മിനിമം റെസിസ്റ്റൻസ് വന്ന് മാക്സിമം എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ നടക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ വേണ്ടി നീ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ആ ഒരു സർക്യൂട്ട് ആ ഫ്രീക്വൻസിയിലെത്തി. സോ ദെൻ വി സേ ദാറ്റ് ദിസ് ഗായ് ഈസ് ആക്ച്വലി ഹാവിങ് ഇൻ എൻ നാച്ചുറൽ റെസൊണൻസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ 2 റെസൊണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് എ സീരീസ് റെസൊണൻസ്, നെക്സ്റ്റ് വൺ ഇസ് എ പാരലൽ റെസൊണൻസ്. അതൊന്നും നിങ്ങൾ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. We are moving into the series resonance for the time being. Series resonance. Okay. Series resonance at resonance എന്തൊക്കെ കാര്യങ്ങളാണ് റെസൊണൻസിൽ സംഭവിക്കുക? This everything is all about LCR circuit. Everything is about circuit. Okay. So XL will be equal to XC during resonance. VL will be equal to VC during resonance. Phase difference will be 0 during resonance. മിനിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും R. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഉണ്ടാവും, അത് V/R ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയും ചേഞ്ചസ് ആണ് റെസൊണൻസിൻ്റെ സമയത്ത് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അടുത്തത് റെസൊണൻസ് ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് ഇസ് അബൌട്ട് റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി. എന്താണ് റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി? ഞാൻ പറഞ്ഞു XL വിൽ ബി XC ഇൻ ടൈംസ് വെൻ വാട്ട് ഈസ് ഹാപ്പനിങ്. XL will be equal to XC during the time of resonance അല്ലേ. XL എന്ന് പറയുന്നത് XC ആണ്. സോ ആ സമയത്ത് നമുക്ക് എന്ത് എഴുതാം? XL എന്ന് പറയുന്നത് ω/RL ആണ്. R എന്ന് പറഞ്ഞാൽ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയിലുള്ള നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/ω/RC. ഓക്കെ ആണല്ലോ. ഓർ ω/R² വിൽ ബി 1/LC. ഓക്കെ, അഥവാ ω/R എന്ന് പറയുന്നത് 1/√LC. ω/R വിൽ ബി ഈക്വൽ ടു 1/√LC, അഥവാ ഫ്രീക്വൻസി ഈക്വൽ ടു 1/2π√LC. ഓക്കെ ആണല്ലോ. സോ ദീസ് തിങ്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ. അതിന് ഉറക്കം വരണ്ടേ ഉറങ്ങാൻ?
ഉറക്കമൊക്കെ വരുമടാ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്നാപ്പ് അല്ല, തംസപ്പ് ആണ്, ദെൻ ദാറ്റ്സ് ഫൈൻ. കാരണം എനിക്കിവിടെ എൻ്റെ ഇവിടെ മോണിറ്ററിൽ എനിക്ക് സ്നാപ്പ് പോലെ കാണുന്നത്. അതാ സർ ഫൈനൽ ഇയർ MBBS ആയിട്ടും എങ്ങനെയാണ് ഫിസിക്സ് ചാപ്റ്ററൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നത്? ദാറ്റ്സ് ബേസിക്കലി ഐ ഷുഡ് സേ ലൈക്ക് മൈ പാഷൻ ഫോർ ഫിസിക്സ് മേ ബി. കാരണം എനിക്കിപ്പോഴും പേഴ്സണലി ആരെങ്കിലും പറയുകയാണെങ്കിൽ ഐ യൂസ് ടു സേ ലൈക്ക് ഫിസിക്സ് ഇസ് ലൈക്ക് മോർ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ദാൻ ബയോളജി ഇഷ്ടമാണ്, ബയോളജിയും പഠിക്കാറുണ്ട്. ബിക്കോസ് ഐ എം ജസ്റ്റ് ബീയിങ് എ ഡോക്ടർ, ഐ ഷുഡ് ബി ഏബിൾ ടു ലേൺ ബയോളജി ആൻഡ് ഐ എം ലേണിംഗ് ബയോളജി. ബട്ട് സ്റ്റിൽ ഫിസിക്സിന് നമുക്കെപ്പോഴും കുറച്ച് സബ്ജക്ട്സ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ. സോ ഐ ജസ്റ്റ് ലവ് ഫിസിക്സ്. കെമിസ്ട്രി ഒന്നും അത്ര ഇഷ്ടമൊന്നുമല്ല. മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ മൈ ബേസിക് കോംബോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 സബ്ജക്ട്സ് ബേസിക്കലി ദീസ് 3. 11th 12th കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച സമയത്ത് ഐ വാസ് ജസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു സബ്ജക്ട്സ് ഒക്കെ. ബട്ട് ആസ് ടൈം പാസസ് വി ഹാവ് ടു മേക്ക് സം ഹാർഡ് ഡിസിഷൻസ് ഓഫ് ദ ലൈഫ് ആൻഡ് ഐ ചൂസ് ടു ബി ഹിയർ അല്ലേ. അത്രേ ഉള്ളൂ, അധികമൊന്നുമില്ല. ബട്ട് ഇഫ് യു ഹാവ് സം പാഷൻ യു വിൽ ഡെഫിനറ്റ്ലി ഫോക്കസ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കില്ലേ, അത്രേ ഉള്ളൂ. അതിൽ വലിയ മാജിക് ഒന്നുമില്ല. ഈ ഒരു കാര്യം ആലോചിക്കുക കേട്ടോ. റെസൊണൻസിൻ്റെ സമയത്ത് മിനിമം ഫ്രീക്വൻസി ആയിരിക്കും, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഒരു വേറൊരു ഡയഗ്രാം കൂടെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു ഡയഗ്രാം, അത് നിങ്ങൾ ഓർത്തിരിക്കാം. ദിസ് വിൽ ബി ഐ മിനിമം, ദിസ് വിൽ ബി ഐ മിനിമം ബൈ √2. ഓക്കെ ആണല്ലോ. V/R ഇങ്ങനൊരു ഡയഗ്രാം ഉണ്ട്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇവിടെ ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ ഇനി അടുത്തത് വി ആർ കമ്മിങ് ഇൻ ടു ദ ലാസ്റ്റ് ഭാഗം. നെക്സ്റ്റ് ഈസ് റിഗാർഡിങ് പവർ ഇൻ AC സർക്യൂട്ട്. ആക്ച്വലി 1-2 ക്വസ്റ്റ്യൻസ് കാണും. ആദ്യം മനസ്സിലാക്കേണ്ട AC നാകെ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വളരെ കുറച്ച്, എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 25 വർഷമായിട്ടാകെ 40 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. അത് ചില സമയത്ത് ഒന്നിൽ കൂടുതൽ എക്സാംസ് ഒരു വർഷം ഉണ്ടായിരുന്നു. ഒഡീഷ, നീറ്റ്, AP, MT അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് യു ഹാവ് മൾട്ടിപ്പിൾ എക്സാംസ് ആൻഡ് സ്റ്റിൽ യു കുഡ് ഗെറ്റ് ഓൺലി 40 ക്വസ്റ്റ്യൻസ്. ദാറ്റ് ബേസിക്കലി മീൻസ് ദർ വിൽ ബി ഓൺലി 1 ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ഫ്രം ഈ ചാപ്റ്റർ. ഓക്കെ, എന്താണ് പവർ? ആകെ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. പവർ ഇസ് ഈക്വൽ ടു VRMS IRMS cos phi. പവർ ഇസ് ഈക്വൽ ടു VRMS IRMS cos phi കേട്ടോ. അതിന് ഒരുപാട് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. ലൈക്ക് വിൽ ബി ഇൻറ്റഗ്രേറ്റിംഗ് ബേസിക്കലി ഫ്രം 0 to t നമ്മുടെ സൈൻ ഫംഗ്ഷൻ. നമുക്കറിയാം P is equal to VI, അറിയാലോ. P is equal to VI, അതൊന്ന് നമ്മൾ എടുത്തൊരു ഇക്വേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ പവറിൻ്റെ കാര്യം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആവറേജ് പവർ അറിഞ്ഞിരിക്കുക, വിർച്വൽ പവർ അറിഞ്ഞിരിക്കുക. ആവറേജ് പവറിൽ കോസ് ഉണ്ടാവും, വിർച്വൽ പവറിൽ ഫുൾ ആയിരിക്കും, പീക്ക് പവറിൽ V0 I0 ആയിരിക്കും കേട്ടോ. സോ അഗെയിൻ യു ക്യാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ദിസ്. ഓക്കെ, ഇനി പവർ ഫാക്ടർ എന്താണെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. പവർ ഫാക്ടർ ഇസ് ബേസിക്കലി RMS പവർ ഇൻറ്റു cos phi ആണ് കേട്ടോ. അതിനെ തന്നെ പവർ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. സോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos phi is equal to R/Z. പവർ ഫാക്ടർ വിച്ച് ഇസ് cos phi is equal to R/Z. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനിയുള്ളത് ജസ്റ്റ് ഒരു LC ഓസിലേഷൻ കൂടെയാണ് ബാക്കിയുള്ളത്. ഓക്കെ, LC ഓസിലേഷൻ ക്യാൻ ബി അൺഡാംഡ് ആൻഡ് ഡാംഡ്. എന്താണ് അൺഡാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, കൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. ഓക്കെ, ശ്രദ്ധിച്ചേ. This is basically a circuit. Like this is basically a circuit where you have a capacitance on one side and inductance on the other side. And what is exactly happening? നീ ഇതൊക്കെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററിൽ ഒരു ചാർജ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ടു ഡിസ്ചാർജ്. അത് നേരെ നമ്മുടെ ഇൻഡക്ടറിൽ വരും ആൻഡ് ഇൻഡക്ടർ വിൽ ബി ഗെറ്റിംഗ് ചാർജ്. അപ്പോൾ സെയിം സമയത്ത് എന്ത് പറ്റും, അതിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണം എഗെയിൻ ദ കപ്പാസിറ്റൻസ് വിൽ ഗെറ്റ് ചാർജ്. സോ ദർ വിൽ ബി കോൺസ്റ്റന്റ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ദി കപ്പാസിറ്റൻസ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും, ആ കറണ്ട് ഇൻ ദ സർക്യൂട്ട് വിൽ ബി ലൈക്ക് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, കൂടിക്കുറഞ്ഞ് ഒരു പ്രോപ്പർ രീതിയിൽ കൂടിക്കുറയുന്നുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് അൺഡാംഡ് ഓസിലേഷൻ. ഓക്കെ ആണല്ലോ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അൺഡാംഡ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി യുവർ അൺഡാംഡ് ഓസിലേഷൻ. മനസ്സിലായല്ലോ, അതിലാണ് നമ്മൾ അൺഡാംഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് Q/C എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, Q is equal to CV ആണ് അല്ലേ, നമ്മൾ പഠിച്ചാണ്. Q is equal to CV. അപ്പോൾ ഇതിൽ പ്ലസ് Q/C പ്ലസ് LdI/dt is equal to 0. ഓക്കെ ആണല്ലോ. സോ V പ്ലസ് LdI/dt 0 ആയിരിക്കും. ഇതൊക്കെ നമ്മളങ്ങ് ഇക്വേറ്റ് ചെയ്യും. ഇതങ്ങ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കാര്യമാണ് ω² equal to 1/LC, ഫ്രീക്വൻസി equal to 1/2
2 pi root LC. Omega square is equal to 1 by root of LC. Frequency is equal to 1 by 2 pi root of LC. Okay ആണല്ലോ, അത് രണ്ടുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ വാട്ട് ഇസ് ചാർജ് Q is equal to QM cos omega t. Okay ആണല്ലോ, and what is current I is equal to QM omega cos omega t plus pi by 2. Okay ആണല്ലോ, I is equal to QM omega cos omega t plus pi by 2. Okay, ഇനി ഇതിനെ ചാർജ് ചെയ്തിട്ടുള്ള എനർജിനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. യു ബി ഇസ് ഈക്വൽ ടു ഹാഫ് LIM സ്ക്വയർ. യു ബി ഇസ് ഈക്വൽ ടു ഹാഫ് LIM സ്ക്വയർ. ഇടയ്ക്ക് അതിൻ്റെ എന്താണ് എമൗണ്ട് ഓഫ് ചാർജ് സ്റ്റോർഡ് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി വൺ മോർ തിങ് വിച്ച് യു ഹാവ് ടു ലേൺ ഇസ് ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, ഡാംപ്ഡ് ഓസിലേഷൻ ഫ്രീക്വൻസി മാത്രം അറിഞ്ഞാൽ മതി. 1 by LC മൈനസ് R സ്ക്വയർ മൈനസ് 4L സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഫ്രീക്വൻസി വിൽ ബി 1 by 2 pi root of 1 by LC minus R square minus 4L square. Okay, that is regarding the frequency and angular frequency. Okay ആണല്ലോ. ഇനി ചിലപ്പോൾ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു അൺഡാംപ്ഡ് ഫ്രീക്വൻസി ഓസിലേഷൻ റിയൽ ആവുന്ന എപ്പോഴാണ്. ഓസിലേഷൻ റിയൽ ആവണമെങ്കിൽ 1 by LC should be greater than R square by 4L square. If the oscillation should be real, 1 by LC should be greater than R square by 4L square. Okay ആണല്ലോ, okay ആണല്ലോ, great. Okay, so I think with that we are coming an end to the not the chapter but to the question theory of the chapter. Appo we have started exactly at 10:35 or 10:40. It's around 11:50. എത്ര നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദി ചാപ്റ്റർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് എടുക്കാവുന്ന മാക്സിമം ആണ് ഞാനിപ്പോൾ എടുത്തത്. ഡിഡ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റഫ്? ഓക്കെ, മനസ്സിലായെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. വി ആർ മൂവിങ് ഇൻ ടു ദി ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ട്ടോ. ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഓഫ് ദി ചാപ്റ്റർ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അതുകൂടെ കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് കൺക്ലൂഡിങ് ദിസ് ചാപ്റ്റർ. അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാകും, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. AC 100 എടുക്കില്ല സാർ. AC 100 ഈ ചാപ്റ്ററിലല്ലല്ലോ. അവിടെ AC 100 നമുക്ക് EMIയിലാണുള്ളത്. അവിടെ എടുത്തിട്ടുണ്ടാവുമല്ലോ, നോക്കി നോക്ക്. Okay, so let's do some questions also before concluding the chapter. A circuit when connected to an AC source of 12 volt gives a current of 0.2 ampere, right? The same circuit when connected to a DC source of 12 volt gives a current of 0.4 ampere. This circuit is okay. അപ്പോൾ AC യിൽ കൊടുത്ത സമയത്ത് 12 വോൾട്ടിന് 0.2 ആംപിയർ ആണ് തന്നത്. സോ വാട്ട് ഈസ് ഇംപിഡൻസ്? 12 by 0.2 which is 60 ohm. ഇംപിഡൻസ് 60 ഓം ആണ്. ഇനി സെയിം സാധനം നമ്മൾ ഡി സിയിൽ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 0.4 ആംപിയർ ആണ്. ഓക്കെ ആണല്ലോ. വാട്ട് ഡസ് ദാറ്റ് മീൻ? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 12 by 0.4 എന്ന് പറഞ്ഞാൽ 30 ഓം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് 30 ഓം ആണെന്ന് മനസ്സിലായി. ലെറ്റ്സ് സീ ദ പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z ആണ് അല്ലേ. ദാറ്റ് ഈസ് 30 by 60, ദാറ്റ് ഈസ് 1/2. 1/2 എന്ന് പറഞ്ഞാൽ കോസ് 60 ഡിഗ്രി ആണ് അല്ലേ. which is cos 60 degree. അപ്പോൾ cos 60 degree എന്ന് പറഞ്ഞാൽ എന്താ? 60 degree എന്ന് പറഞ്ഞാൽ ബാട്ട് ബേസിക്കലി മീൻസ് ഇവിടെ ലൈക്ക് കോസ്, അത് നമ്മുടെ പവർ ഫാക്ടറിന് നിനക്കൊരു വാല്യൂ കിട്ടുകയാണെങ്കിൽ കറണ്ട് ഇസ് ആക്ച്വലി ലാഗിങ്. കറണ്ട് ഇസ് ആക്ച്വലി ലാഗിങ് ബിഹൈൻഡ് EMF. ശരിയല്ലേ? കറണ്ട് ഇസ് ആക്ച്വലി ലാഗിങ് ബിഹൈൻഡ് EMF. മനസ്സിലാക്കുക, പവർ ഫാക്ടറിൽ നിനക്കൊരു ആംഗിൾ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ബേസിക്കലി ഇൻഡിക്കേറ്റ്സ് കറണ്ട് ഇസ് ലാഗിങ് ആൻഡ് ദി EMF ഗൈസ് ഗോയിങ് ഫോർവേഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കറണ്ട് ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കറണ്ട് ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് വരണം, ഇവിടെ കറണ്ട് വരണം. ഓക്കെ, ഓക്കെ ആണല്ലോ. അതായത് കറണ്ട് ലാഗ് ചെയ്തു, വോൾട്ടേജ് മുന്നിലാണ്. ഇത് ഏതാ സർക്യൂട്ട്? L സർക്യൂട്ടാണ്. സോ ദിസ് ഇസ് ബേസിക്കലി ആൻ LR സർക്യൂട്ട്. ഓക്കെ, സീരീസ് LR ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. സെറ്റായി? യെസ്. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. യെസ് യെസ്. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ചെയ്തോളൂ. ഇൻ എ സർക്യൂട്ട് LCR are connected in series with an alternating voltage source of frequency F. The current leads the voltage by 45 degree. The value of C is great. നമുക്കറിയാം tan തീറ്റ എന്ന് പറയുന്നത് XC മൈനസ് XL ബൈ R ആണ്. ഓർ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ π/4 അഥവാ 45 ഡിഗ്രി ആണ്. ഓക്കെ,
What is XC? 1 by omega C. What is XL? Omega L by R. ഓക്കെ ആണല്ലോ. അഥവാ ഇത് ഇത് 1 ആയി അല്ലേ. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R is equal to 1 by omega C minus L omega എന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല. R is equal to 1 by omega C minus L omega. അഥവാ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ R plus L omega is equal to 1 by ഒമേഗനെ 2 പൈ ന്യൂ സി എന്ന് എഴുതാം. ഓക്കെ, 2 പൈ ന്യൂ സി. സോ ആർ പ്ലസ് എൽ ഇൻറ്റു 2 പൈ ഒമേഗനെ വേണ്ടി 2 പൈ ന്യൂ എഴുതി ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ന്യൂ സി. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇതിന്ന് എന്ത് ചെയ്യാം? ഇതിനെങ്ങോട്ട് എടുക്കുക, ഇതിനെങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2 പൈ ന്യൂ സി ഈസ് ഈക്വൽ ടു 1 ബൈ ആർ പ്ലസ് 2 പൈ ന്യൂ എൽ. അഥവാ സി ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ, ഇത് ന്യൂ നമുക്ക് 2 പൈ എഫ് എന്നിടാം, അതാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ആർ പ്ലസ് 2 പൈ എഫ് എൽ. ഓക്കെ, സി ഈസ് ഈക്വൽ ടു എക്സ്ക്യൂസ് മീ, സി ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ എഫ് ഇൻറ്റു ആർ പ്ലസ് 2 പൈ എഫ് എൽ. ആൻസർ ഇസ് ഡി, 1 ബൈ 2 പൈ എഫ് ഇൻറ്റു 2 പൈ എഫ് എൽ പ്ലസ് ആർ. ഓക്കെ, ഓക്കെ, ഗ്രേറ്റ്. സോ ദാറ്റ് ഇസ് റിഗാർഡിംഗ് ദാറ്റ്. അടുത്തത്, an inductor 20 millihenry, a capacitor of 100 microfarad and a resistor 50 ohm are connected in a series across a source of EMF V is equal to 10 sin 314t. The power loss in the circuit is, നമുക്കറിയാം Z എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദി ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ആർ സ്ക്വയർ പ്ലസ് 1 ബൈ എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ടാണ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് 50 സ്ക്വയർ ആണ് അല്ലേ, 50 സ്ക്വയർ പ്ലസ് 1 ബൈ സോറി, ദിസ് ഇസ് എക്സ് സി മൈനസ് എക്സ് എൽ, എക്സ് സി മൈനസ് എക്സ് എൽ ആണ്. ഇത് ഇങ്ങോട്ട് തിരിച്ചു വരും. 1 ബൈ സി ഒമേഗ, 1 ബൈ സി ഒമേഗ അല്ലേ, 1 ബൈ സി ഒമേഗ. ഓക്കെ, so that is basically 314 into 100 into 10 raised to minus 6 minus 314 into 20 into 10 raised to minus 3 the whole square the root. Okay anlo, so you will be getting this is 56 ohm to this solve you will be getting the value as 56 ohm and power loss P is equal to VRMS by Z the whole square into R. Okay anlo, P is equal to VRMS by Z whole square into R. So that is 10 by root 2 into 56 whole square into 50. Answer is 0.79 volt. Okay anlo, answer is 0.79. Answer is A. Okay anlo, answer is A. ശരിയാണ് കേട്ടോ. ഹുദാബിന്ദ് പറഞ്ഞ റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്തത് power dissipated in LCR circuit ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, power dissipated in an NCR circuit. So here Z is equal to R square plus XL minus XC the whole square ആണ്. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ആൻഡ് cos phi is equal to R by Z. And average power P is equal to VRMS IRMS cos phi. ഓക്കെ ആണല്ലോ, VRMS into IRMS into cos phi ആണ്. ബട്ട് നമുക്കറിയാം IRMS എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ERMS by Z ആണ്. ഓക്കെ ആണല്ലോ, IRMS എന്ന് പറയുന്നത് VRMS by Z ആണ്. സോ P നമുക്ക് എങ്ങനെ എഴുതാം? E സ്ക്വയർ RMS ഇൻറ്റു R by Z എഴുതാം അല്ലേ, കാരണം VRMS ഇൻറ്റു IRMS ആകുമ്പോൾ E സ്ക്വയർ RMS ഇൻറ്റു R by Z എഴുതാം. ഇനി ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് E സ്ക്വയർ RMS ഇൻറ്റു R by Z വാല്യൂ എത്രയാ? R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട്. ഓക്കെ ആണല്ലോ, R square by XL minus XC ൻ്റെ റൂട്ടാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് E സ്ക്വയർ R by R സ്ക്വയർ പ്ലസ് L ഒമേഗ മൈനസ് 1 by C ഒമേഗ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ആൻസർ വിൽ ബി ദിസ് വൺ, ഡി അല്ലേ, ഡി. ആൻഡ് വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റൻ ഓഫ് ദ ഡേ. വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റൻ ഓഫ് ദ ഡേ. A transistor oscillator using resonance circuit with an inductor L and a capacitor C in series produces oscillations of frequency F
If L is doubled and C is changed to 4C, the frequency will be. നമുക്കറിയാം frequency of LC oscillation F is equal to 1 by 2 pi root LC. Okay, 1 by 2 pi root LC. Okay, and 1 by 2 pi root LC. അപ്പോൾ what will be F1 by F2? ശ്രദ്ധിച്ചേ, ഇത് വെട്ടിപ്പോയി. You will be having L2C2 by L1C1 അല്ല, കാരണം 1 by ആണ്, whole raised to 1 by 2. ഓക്കെ ആണല്ലോ. So L2 is changed to 2L and capacitor is 4C by L into C. This will be 8 times 1 by 2. That's basically 2 root 2 അല്ലേ, കാരണം നമുക്ക് അതിനെ 4 into 2ൻ്റെ റൂട്ട് എഴുതാം, അതിനെ 2 root 2 എന്നാക്കാം. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ്, F1 is equal to 2 root 2 F2. ഓക്കെ ആണല്ലോ, അഥവാ F2 is equal to F1 by 2 root 2. F2 is equal to F1 by 2 root 2. Okay, and the answer is F1 by 2 root 2. Okay, answer is D. Okay, and നമ്മൾ 2.5 എന്നൊക്കെ പറഞ്ഞാണ്, ബട്ട് 12.5 എന്ന് പറഞ്ഞാണ്, ബട്ട് താങ്ക്ഫുള്ളി 12.5 ആയപ്പോഴേക്കും നമുക്ക് ചാപ്റ്റർ തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ അധികം ക്വസ്റ്റ്യൻസ് അല്ല, ഒരു 14-15 ക്വസ്റ്റ്യൻസ് ആ റേഞ്ചിലാണ് ഞാനിപ്പോൾ ഒരു ചാപ്റ്ററിന് കോൺസെൻട്രേറ്റ് ചെയ്യാറ്, എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ. So with that we have successfully completed yet another chapter. That's the EC. Okay, anlo 12 day, it's a new day, it's again 6th. You have another 10 days to go for the NEET. Exactly speaking 9 days, and the 10th day you are going to have your exam. അപ്പോൾ there we are ending another chapter. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ചാപ്റ്റർ ഇഷ്ടമായോടാ, എടുത്തൊക്കെ ഇഷ്ടമായോ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. 9 പേര് ബാക്കിയുണ്ട്. ഐ ഹാപ്പി, ലൈക്ക് ഇത്ര ആൾക്കാരുണ്ടല്ലോ. AC മനസ്സിലായോ? ഈ ഒരു സമയം കൊണ്ട് AC മനസ്സിലായോ? ഇഫ് പോസിബിൾ നിങ്ങൾ നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ റിവ്യൂസ് താഴെ കമൻസ് ആയിട്ട് ഇടാം, സോ ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു റീഡ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് വിൽ ബി ലൈക്ക് സോ ഗുഡ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ലേറ്റായി, കുഴപ്പമില്ല. ഞാൻ മാക്സിമം റേ ഓപ്റ്റിക്സ് കുറച്ച് നേരമുള്ള കുറച്ചുകൂടെ മുന്നേ എടുക്കാൻ നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇത്ര നൈറ്റ് ഇരിക്കാനൊന്നും പറ്റണമെന്നില്ല, എവരിബഡി രാവിലെ എണീക്കുന്നവരൊക്കെ ഉണ്ട്. സോ എല്ലാവർക്കും നന്നായിട്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ 1.5 hours ഇതിലും ബെറ്റർ ആയിട്ട് എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. മേ ബി അതർ പീപ്പിൾ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. സോ ദാറ്റ്സ് റിഗാർഡിങ് ദി ചാപ്റ്റർ AC. ഓക്കെ ആണല്ലോ, ഓൾമോസ്റ്റ് മനസ്സിലായി. ദാറ്റ്സ് ഇറ്റ്. കാരണം ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ യൂഷ്വലി റിപ്പീറ്റേഴ്സിന് AC എടുക്കാറ് ഇറ്റ്സ് അറൗണ്ട് 8 hours. ഓക്കെ, 8 hours ചാപ്റ്ററാണ് എന്നെ സംബന്ധിച്ച് AC എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫോർ മീ 1.5 hours ഇസ് നത്തിങ്. ഓക്കെ, ഫോർ മീ ACയിൽ ഞാൻ അത്രയും ലെങ്തി ആയിട്ട് AC എടുക്കുന്ന ഒരാളാണ്, ഞാൻ പറഞ്ഞല്ലോ. ആൻഡ് റേ ഓപ്റ്റിക്സ് എനിക്ക് എങ്ങനെ എടുക്കാറില്ല, റേ ഓപ്റ്റിക്സ് ഇസ് എ 20-hour ചാപ്റ്റർ ഫോർ മീ. ഓക്കെ ആണല്ലോ. സോ റേ ഓപ്റ്റിക്സ് ഞാൻ എടുക്കാറ് 20 മണിക്കൂർ കൊണ്ടാണ്. സോ എനിക്കറിയില്ല അത് എങ്ങനെയാണ് 2 മണിക്കൂർ കൊണ്ട് എടുക്കാമെന്ന്. ഐ വിൽ ജസ്റ്റ് ട്രൈ ടു ടേക്ക്, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി എൻഡിങ്, ബട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ്. സോ പഠിക്കുന്നവരൊക്കെ നന്നായിട്ട് പഠിക്കുക. ലെറ്റ് മീ ഗെറ്റ് മൈ വോയിസ് ബാക്ക് എ ലിറ്റിൽ മോർ, അപ്പോൾ കുറച്ചുകൂടെ പറയാൻ പറ്റും. ഓൾ ചാപ്റ്റർ കോമ്പി കഴിഞ്ഞു. യെസ്, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും, അറ്റ്ലീസ്റ്റ് ഫിസിക്സിൻ്റെ കുറേ എടുത്തിട്ടുണ്ട്, കുറേ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ അവസാനത്തെ ദിവസങ്ങളാണ്. നെവർ മേക്ക് എ മിസ്റ്റേക്ക്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ വിച്ച് യു ക്യാൻ പ്രൂവ് യുവർ സെൽഫ്. അറിയില്ലെങ്കിലൊക്കെ ജസ്റ്റ് കീപ്പ് ഓൺ ലേണിങ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കുക. ഇനി ഒന്നും പറ്റുന്നില്ല തന്നെ നിങ്ങൾ ഒരു ദിവസം ഇരുന്നിട്ട് കോമ്പി കണ്ടാൽ പോലും ഒരു ദിവസം നിങ്ങൾക്ക് 8 ചാപ്റ്ററിൻ്റെ കോമ്പിയാണ്. സ്റ്റിൽ യു ഹാവ് 10 days. 10 into 8 is 80 chapters. സ്റ്റിൽ യു ക്യാൻ കംപ്ലീറ്റ്. ജസ്റ്റ് കോമ്പി മാത്രം നിങ്ങൾ പാരലായിട്ട് കണ്ട് NCERT വായിച്ചാലടക്കം ഒന്നും അറിയാത്ത ആൾക്ക് യു ക്യാൻ സ്റ്റിൽ കംപ്ലീറ്റ് ദി എൻറ്റയർ ചാപ്റ്റർ. ദാറ്റ് ഈസ് ആക്ച്വലി ദ മാജിക് ഓഫ് ഹാവിങ് എ കോമ്പി ക്ലാസ്. ഐ ഡോണ്ട് നോ, ലൈക്ക് ദാറ്റ്സ് ദ തിങ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ജസ്റ്റ് പ്രേ ടു ഗോഡ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഓക്കെ, വി ആർ ഓൾവേസ് പ്രേയിങ് ഫോർ യു, വി ആർ ഓൾവേസ് പ്രേയിങ് ഫോർ യുവർ ഗുഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം ക്ലിയർ ചെയ്യും. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കും. all your hard work will be definitely paying off one day. Okay, and let that day be on July 17th. Okay ആണല്ലോ, ഫൈൻ. ഓക്കെ ആണല്ലോ. സോ ആ ചാപ്റ്റർ ഒന്നും അറിയില്ല, അതുകൊണ്ട് സാർ എന്ത് പറയുന്നു അത് മാത്രമേ പഠിക്കൂ. ഗ്രേറ്റ്. യാ ഷോ. റേ ഓപ്റ്റിക്സ് അങ്ങനെ സാറ് പറയുന്ന പോലെയല്ല, റേ ഓപ്റ്റിക്സ് നമ്മൾ ഫുൾ എടുക്കും. ഓക്കെ, എൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ എക്സ്പീരിയൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇത്രയും വലിയൊരു ചാപ്റ്റർ സച്ച് എ ഷോർട്ട് നോട്ടീസ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇതാണ്. ഓക്കെ, so that's it regarding it. So thank you everyone, thank you for having me here. See you in some other video. See you in the video of ray optics soon. Okay, അപ്പോൾ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കാണാം. So until then, that's a bye.
സി യു. ഓക്കെ ആണല്ലോ. അപ്പോൾ ടാറ്റ എവരിവൺ. ഇനി ഞാനും പോയി കിടന്ന് ഉറങ്ങട്ടെ, ഭയങ്കര ടയർഡായിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഹെക്ടിക് ഡേ. ഓക്കെ, സർജറി ഒക്കെ അപ്പോൾ പോസ്റ്റിംഗ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ട്. ഓക്കെ, സി യു. അപ്പോൾ കാണാം.